ഹലോ മൈ ഡിയർ മാസ്റ്റേഴ്സ്, വെൽക്കം ടു VMC മലയാളം. VMC എന്നാൽ വെജിറ്റേറിയൻ മെഡിറ്റേഷൻ ചാനൽ. എൻ്റെ പേര് സീമ സുഭാഷ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വിജയവാഡയിലെ ഡോക്ടർ മന്ദന സത്യനാരായണ രാജു അവർകളുടെ ദ വേൾഡ് ബിഗ്ഗസ്റ്റ് നാച്ചുറോപ്പതി ക്യൂർ സെൻറ്ററിലാണ്. അപ്പോൾ ഇതൊക്കെ വലിയ വലിയ ഹാളുകളാണ്. ഇതിൻ്റെയൊക്കെ മേൽക്കൂരകൾ എങ്ങനെയാണ് നിർമ്മിച്ചിട്ടുള്ളത് നോക്കുക. പിരമിഡ് ആകൃതിയിലാണ്. ഇത് നമ്മുടെ കേരളത്തിലെയൊക്കെ ശ്രീകോവിലുകളെ പോലെ. അതിൻ്റെ മുകളിൽ നമുക്ക് ആ എനർജി റിസീവേഴ്സിനെ കാണാം. നോക്കാം കേട്ടോ, ഓരോന്നും ഇതിനൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. എനർജി റിസീവേഴ്സ് കണ്ടോ, കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഒരിക്കൽ നമ്മുടെ കേരളത്തിലെ പണ്ടുള്ള ഓടിവരയുടെ മുകളിലൊക്കെ ഇങ്ങനെയുള്ള എനർജി റിസീവേഴ്സ് ഉണ്ടായിരുന്നു. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ നാച്ചുറോപ്പതിയാണ്. അതായത് കംപ്ലീറ്റ് ഒരു മെഡിസിനും ഇല്ല, കംപ്ലീറ്റ് ഹീലിംഗ് സെൻ്ററാണത്. കംപ്ലീറ്റ് സെൽസ് ഹീൽ ചെയ്യുന്ന. അപ്പോൾ ഇവിടെയുള്ള ഓരോ ചികിത്സാ രീതികൾ ഓക്കെ. അപ്പോൾ ഇത്രയും നിരന്തരം എനർജി റിസീവ് ചെയ്യാണ്. വിശ്വശക്തിയെ കംപ്ലീറ്റ് ആയിട്ട് റിസീവ് ചെയ്യുന്ന എനർജി റിസീവേഴ്സാണ് കേട്ടോ അതൊക്കെ. പിരമിഡ്സുകളെ പോലെ നമ്മുടെ കേരളത്തിലെ ശ്രീകോവിലുകളുടെ ആ മുകളിലൊക്കെ ഇത് കാണാം നമുക്ക്, ഇല്ലേ? എപ്പോഴും അവിടെ ഒരു നിത്യ ചൈതന്യം എന്നുള്ളത് ഉണ്ടായിരിക്കും. കണ്ടോ, നിരന്ന് ഉണ്ട്. എല്ലാ ബിൽഡിങ്ങിൻ്റെ മുകളിലും നമ്മൾക്കിത് കാണാൻ ശ്രദ്ധിച്ച് നോക്കിയാൽ ഓക്കെ. നമുക്ക് എന്തായാലും പിരമിഡ്സിനെ കുറിച്ച് അറിയാം. പിരമിഡ്സ് കെട്ടിയില്ലെങ്കിൽ ഇങ്ങനെയുള്ള എനർജി റിസീവേഴ്സ് പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, എല്ലാ വീടുകളുടെ മുകളിലുമായിട്ട്, മേൽക്കൂരയുടെ മുകളിൽ. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊരു കുഞ്ഞു മൂല മാത്രമേ ഇവിടുന്ന് കാണുന്നുള്ളൂ. ഓക്കെ, ഇതിൻ്റെ ബാക്കിലായിട്ട് നിങ്ങൾക്ക് കാണാം കൃഷ്ണാനദി കാണുന്നുണ്ടോ? കൃഷ്ണാനദിയുടെ ഓരത്താണ് 18 ഏക്കറിൽ ഈ ഒരു സ്വർഗത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് ഡോക്ടർ സാറ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്കും കൂടുതൽ കാഴ്ചകളിലേക്കും കിടക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഫ്ലോറുകൾ കാണാം. അതായത് 5 ബിൽഡിങ്ങുകളാണ് കേട്ടോ. അതിൽ 5 നിലകളായിട്ടാണ് അല്ലേ സുത്? പഞ്ചഭൂതങ്ങളുടെ പേരാണ് ഓരോ ബിൽഡിങ്ങിനും ഇട്ടിട്ടുള്ളത്. സോ ഇവിടുന്ന് ഇത്രയും കൂടി കുറച്ചും കൂടി കൂടുതലായിട്ട് കാണാം. ഓരോ ബിൽഡിങ്ങിനും പഞ്ചഭൂതങ്ങളുടെ പേരാണ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. അവിടെ ആ വെള്ള കാണുന്നത് ആണ് കേട്ടോ റിസപ്ഷൻ. ഓക്കെ, പറ്റുമെങ്കിൽ നമുക്ക് അതും കൂടി കൂടുതലായിട്ട് എടുക്കാം. ഇപ്പം നമുക്ക് താഴത്തേക്ക് പോകാം. എല്ലായിടത്തും മരം കൊണ്ടുള്ള ഇങ്ങനെയുള്ള ഇരിപ്പിടങ്ങൾ കാണാം ഇവിടെ എല്ലായിടത്തും. ഓക്കെ, പിന്നെ പിരമിഡ്സ് ഉണ്ട് ഇവിടെ ഇരുന്ന് ധ്യാനം ചെയ്യാൻ. എല്ലായിടത്തും ലിഫ്റ്റുകളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കെന്തായാലും നടന്നിറങ്ങാം. മക്കളെ, ഇത് കുറച്ചും കൂടി അടുത്തുനിന്ന് ഞാൻ ആ എനർജി റിസീവേഴ്സിനെ എടുക്കാൻ ശ്രമിച്ചതാണ്. ഓരോ ബിൽഡിങ്ങിൻ്റെ മുകളിലും ഇതുണ്ട് കേട്ടോ എനർജി റിസീവേഴ്സ്. അപ്പോൾ അത്രയധികം വിശ്വശക്തി ആവാഹിച്ചു കൊണ്ടിരിക്കുന്ന എനർജി റിസീവേഴ്സാണത്. അപ്പോൾ എത്രയധികം ആഴത്തിൽ ചിന്തിച്ചിട്ടാണ് ഇവിടെ ഈ ഹീലിംഗ് സെൻറ്റർ അദ്ദേഹം തുടങ്ങിയിട്ടുള്ളത്. അത്രയധികം ശാസ്ത്രീയമായിട്ടുള്ള കെട്ടിടങ്ങളാണ് എന്നർത്ഥം. പ്രത്യേകമായിട്ടുള്ള ജാമിതീയ കെട്ടിടങ്ങൾ തന്നെ. സോ ഇതും ഒരുപാട് ദിവ്യമായിട്ടുള്ള ഒരു മാനസിക പ്രശാന്തത ഇവിടെ വരുന്ന ദിവ്യാത്മ സ്വരൂപർക്ക് നൽകാൻ സഹായിക്കും. ഇതാണ് കേട്ടോ ഡോക്ടേഴ്സിനെ, അതായത് എന്നും ഡോക്ടേഴ്സ് ഇവിടെ നിത്യം സന്ദർശിക്കും. ഇതാണ് എൻ്റെ ഡോക്ടർ. ഹായ്. യെസ്, പിന്നെ ഇവരാണ് ഞങ്ങൾക്ക് ഇത് സ്പോൺസർ ചെയ്ത ഞങ്ങളുടെ ദിവ്യാത്മ സ്വരൂപർ. താങ്ക് യു മാഡം, താങ്ക് യു സർ, താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഓക്കെ, ഇവിടെയാണ് രാവിലെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ഡോക്ടേഴ്സെ കാണാൻ. എന്ന് വെച്ചാൽ ഇവിടെ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ നമുക്ക് ഒരു സൈഡ് എഫക്ട്സും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും അത് ഡോക്ടേഴ്സിൻ്റെ ആ ഒരു നിരീക്ഷണം നമുക്കുണ്ടാവും കേട്ടോ. ഓക്കെ, അതിന് ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോരുത്തരെയും നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ബ്ലഡ് ടെസ്റ്റ് എടുക്കും. പിന്നെ അവർ ഏത് ഫുഡ് കഴിക്കണം, അവർക്ക് എന്തെങ്കിലും രോഗമുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്ന ഒരു ഏരിയയാണ് കേട്ടോ അത്. കണ്ടോ, 2 സൈഡും ഡോക്ടേഴ്സിൻ്റെ റൂംസാണ്. ഇപ്പം നമ്മൾ പോകുന്നത് ഡൈനിങ് ഹാളിലേക്കാണ്. അപ്പോൾ ഡൈനിങ് ഹാളിൽ ഇപ്പോൾ 12 മണിയായി. അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെയുണ്ട് ഡൈനിങ് ഹാൾ എന്നൊക്കെ നോക്കാം കേട്ടോ. ഓക്കെ, ഇതാണ് സ്ത്രീകളുടെ എല്ലാം. ഇവിടെ മുള കൊണ്ടാണ്, മുള മരം ആണ് കേട്ടോ എല്ലാം. അത് പുരുഷന്മാരുടെ ഭാഗമാണ്.
എല്ലാം ഇവിടെ സെപ്പറേറ്റ് ആണ് കേട്ടോ. പുരുഷന്മാർക്ക് വേറെ, സ്ത്രീകൾക്ക് വേറെ, അങ്ങനെയാണ്. എന്തൊരു ഭംഗിയാണ്. എല്ലാം 5 സ്റ്റാർ ഫെസിലിറ്റീസാണ് ഇവിടെ. 5 സ്റ്റാർ ഫെസിലിറ്റീസാട്ടോ. കണ്ടോ? എന്തൊരു അച്ചടക്കത്തോട് കൂടിയിട്ടാണ് നോക്കിയേ. നമുക്കതൊക്കെ ഒന്ന് കാണാം. കണ്ടോ? ഇനി ഇതേപോലെ 2 ഹാളുകളും കൂടി ഉണ്ട് ഇവിടെ. അതിപ്പോൾ ആൾക്കാർ കമ്മി ആയതുകൊണ്ട് ഇത് തുറന്നിട്ടില്ല. കണ്ടോ? ലൈറ്റ് ഓഫ് ആക്കിയിട്ടേക്കാണ്. ഇത് എവിടെയുണ്ട്? അത് എപ്പോഴും ഈ 3 ഹാള് 4 ഹാള് നിറഞ്ഞ ആൾക്കാരുണ്ടാവും. ഇവിടെ എന്ന് പറയുന്നത് ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് ജ്യൂസ് ഫാസ്റ്റിംഗ്, അതേപോലെ ഫ്രൂട്ട് ഫാസ്റ്റിംഗ് ഉള്ളവർക്കുള്ള ഡൈനിങ് ആണിത്. ഓക്കെ, ഇത് രണ്ടും ജ്യൂസ് ഫാസ്റ്റിങ്ങും ഫ്രൂട്ട് ഫാസ്റ്റിങ്ങും. ഇവിടെ ആ 2 എണ്ണം എന്ന് പറയുന്നത് നമുക്ക് ഫുഡ്, അതായത് വാട്ടർ ഫാസ്റ്റിംഗ്, അതേപോലെ ജ്യൂസ് ഫാസ്റ്റിംഗ്, ഫ്രൂട്ട് ഫാസ്റ്റിംഗ് കഴിഞ്ഞവർക്കുള്ള ഡൈനിങ്സ് ആണിത്. ഓക്കെ, ഇവിടെ എല്ലാ ഫുഡും കിട്ടും. ശരി, അപ്പോൾ നമുക്ക് ഉള്ളിലേക്കൊന്ന് പോവാം കേട്ടോ. ഇവിടെ സ്കാനർ ഉണ്ട്. നമുക്കിത് സ്കാൻ ചെയ്താലാണ് ഉള്ളിലേക്ക് പോകാൻ പറ്റൂ. ഓക്കെ, കാണുന്നുണ്ടോ? യെസ്, അപ്പോഴാണ് നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റുക. അത്രയും സ്ട്രിക്റ്റ് ആയിട്ടാണ് കേട്ടോ ഇവിടെ ഉള്ളത് കാര്യങ്ങൾ. അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് സ്കാനിങ് ഉണ്ട്. അതായത് നമ്മളുടെ ഫുഡ്, നമ്മൾ ഏത് ഫാസ്റ്റിങ്ങിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആ ഒരു റെസീറ്റ് വരും കേട്ടോ ഇവിടെ. യെസ്, അതായത് നമ്മൾ ഏത് ഫുഡാണ് കഴിക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ഉണ്ടാവുക. അതായത് അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഇവിടെ നമ്മളുടെ ഡയറ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ സൂപ്പാണ് കേട്ടോ ഇത്. പിന്നെ പുൾക്ക, ഇവിടെ റൈസ് 200 ഗ്രാം റൈസ്, പിന്നെ വെജ് കറീസ്, പരിപ്പ് ദാല്, ഇത് മറ്റൊരു വെജ് കറി, ടൊമാറ്റോ സബ്ജിയാണത്. ഓക്കെ, പിന്നെ ഇത് വെജ് കറി. യെസ്, ഇത് ക്യാരറ്റ് ആവക്കായ. ഓക്കെ, പിന്നെ ഇവിടെ തൈരുണ്ട്. നോക്കിയേ എത്ര കട്ടിയായിട്ടുള്ളത്. നാരങ്ങയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഊണ് കഴിച്ചതിന് ശേഷം ബാക്കി ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ പ്ലേറ്റ് പോയിട്ട് എടുക്കട്ടെ. ഓക്കെ, ഇതാണ് നമ്മുടെ മീല്. 200 ഗ്രാം റൈസ്, പിന്നെ കറികൾ എല്ലാം കൂടിയിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കാറ്റൊക്കെ കൊണ്ടിരുന്ന് ഫ്രീ ആയിട്ടിരുന്നിട്ട് കഴിച്ചതിന് ശേഷം ബാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ ഈ ഭക്ഷണം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് VMC തെലുഗുവിൽ നമ്മളെ അറിയുകയും ചെയ്യാം, അതേപോലെ ധ്യാനമൊക്കെ ചെയ്യുന്ന ആ മേഡം എൻ്റെ അടുത്തേക്ക് ഓടി വന്നത്. അപ്പോൾ അവർക്ക് ചോറില്ല കേട്ടോ. അവരുടെ ഡയറ്റിൽ 2 പുൾക്കയാണ്. 2 കഥാതി 2. പിന്നെ ഇത് കട്ട തൈര് നമുക്കുള്ളത് പോലെ. പിന്നെ ഇത് നമ്മളുടെ കായ, പച്ചക്കായ, ഉപ്പും എണ്ണയൊന്നും ഇല്ലാതെയാണ് കേട്ടോ ഈ കറികളെല്ലാം. അപ്പോൾ അങ്ങനെ പച്ചക്കായയും കൊണ്ടുള്ള ഒരു കറി, അത് സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളുടെ തോട്ടക്കൂറ, അതായത് ചീരയും പരിപ്പും. ഇത് വഴുതനങ്ങ, തക്കാളി, കാപ്സിക്കം ഉണ്ട് അതിൽ. പിന്നെ ഇത് ക്യാരറ്റ്, ബീൻസ്, പിന്നെ സ്വീറ്റ് കോണ്, പിന്നെ കോളിഫ്ലവർ ഒക്കെ ഉണ്ട് കേട്ടോ. അത് പിന്നെ അത് ക്യാരറ്റ്, നാളികേരം പച്ചടിയാണ്, അതായത് ചമ്മന്തി പോലെ. പിന്നെ ഇത് നമ്മളുടെ സൂപ്പ്, എന്ത് സൂപ്പാണെന്ന് അറിയില്ല. ശരി, അപ്പോൾ ഇനി ഇവിടെ ഉണ്ട്. ഇത് ഈ കുഞ്ഞു കുട്ടിയെ നോക്കിയേ, അവൾ എന്തിനാ ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിയാം. വെയിറ്റ് ലോസ് ആവാതിരിക്കാൻ വേണ്ടി. ബാക്ക് ബോൺ പെയിൻ അല്ലേ മോൾക്ക്? ബാക്ക് ബോൺ പെയിൻ ഉള്ളതുകൊണ്ടാണ് അവൾക്ക് വെയിറ്റ് ലോസ് ആവാതിരിക്കാൻ വേണ്ടി 200 ഗ്രാം ചോറും ഉണ്ട്, അതേപോലെ ചപ്പാത്തി ഉണ്ട്. ഓക്കെ, മെനുവിൽ ഇങ്ങനെ വ്യത്യാസം വരും കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ഡോക്ടറുടെ ചെക്കപ്പ് ഉണ്ടാവും എന്ന് പറയുന്നത്. എല്ലാവരും ഹാപ്പി ആയിട്ട് നിറഞ്ഞു കേട്ടോ. അപ്പോൾ ആൾക്കാർ എല്ലാവരും ഹാപ്പി ആയിട്ട് മീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലഞ്ച്. നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി. ഇത് അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള, പുറത്തിറങ്ങുമ്പോൾ റൈറ്റ് സൈഡിൽ ലേഡീസിനുള്ള ടോയ്ലറ്റാണ്. അതേപോലെ അത് ജെൻസിനുള്ള ടോയ്ലറ്റ്. ഓക്കെ, എല്ലായിടത്തും ഈ ഒരു സൗകര്യം ഉണ്ടാവും കേട്ടോ. ഇവിടെ ഇത്രയും ആൾക്കാർ വന്നു പോകുന്ന സ്ഥലമാണ്. പക്ഷേ ഇവിടെ യാതൊരുവിധ വേസ്റ്റും നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല. അതേപോലെ തന്നെ നമുക്കിവിടെ ഈ ഒരു ബാഡ് സ്മെൽസ് എവിടെയും ഉണ്ടാവില്ല. ഇത് മിനി കോൺഫറൻസ് ഹാളാണേ.
വലിയ കോൺഫറൻസ് ഹാളുണ്ട്, ഇത് മിനി കോൺഫറൻസ് ഹാള്. ഓക്കെ, തുറക്കാം. യെസ്, ഉണ്ടോ? എല്ലാം മരമാണ്, മരം കൊണ്ടാണ്. എന്തൊരു വൃത്തിയാണെന്നറിയോ, കണ്ടോ? പിന്നെ ഇതിൻ്റെ മുകളിലും കണ്ടോ, പിരമിഡ് പോലെ തന്നെ എല്ലാം മരമാണേ മക്കളെ. നമുക്കിനി വീണ്ടും പുറത്തേക്ക് പോവാം. എല്ലാം മരം കൊണ്ടാണ്, കണ്ടോ? മുള കൊണ്ടാണ് വാതിൽ പോലും. നിരന്തരം എവിടെയെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അപ്പം അത് ക്ലീൻ ചെയ്യാൻ ഇവിടെ ആൾക്കാരുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ നടക്കാൻ വയ്യാത്തവർക്ക് ബാറ്ററി കാറുകളുണ്ട്. കാണുന്നുണ്ടോ നിങ്ങൾക്ക് അത്രയും ദൂരത്ത് ബിൽഡിങ്ങുകൾ? ഇത് പഞ്ചഭൂതങ്ങളുടെ പേരായിട്ടേക്കുന്നത്, കാണിച്ചു തരാമേ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഓരോന്നോരോന്നായിട്ട് കാണാൻ പോവാം കേട്ടോ. എവിടെ നോക്കിയാലും ഇങ്ങനെ ഇരിക്കുവാനുള്ള മരം കൊണ്ടുണ്ടാക്കിയ വലിയ ചാര് ബെഞ്ചുകൾ കാണാം, മഴയൊന്നും കൊള്ളാതിരിക്കാനായിട്ട്. ഈ 5 നിലകളെയും ബന്ധിപ്പിക്കുന്ന ആ ഒരു ഇടയിലുള്ളൊരു ബ്രിഡ്ജ് പോലെ ഒരു ചെറിയ സാധനമുണ്ട്. അതിൻ്റെ മുകളിൽ മഴയൊന്നും കൊള്ളാതിരിക്കാനുള്ള അത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ നിലകളെയും ബന്ധിപ്പിക്കുന്ന കണക്ഷൻ റോഡ് പോലെ കേട്ടോ. നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് കാറ്റ് കിട്ടും, എന്ന് വെച്ചാൽ പുഴവക്കത്താണിത്. ഓക്കെ, ഇനി ഇവിടെ കല്ലിലും മണലിലും ഒക്കെ പുല്ലിലും ഒക്കെ നടക്കാനുള്ളവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളതാണ് ഇത്. ഉണ്ടോ? ഇത് രാവിലെ ആയാൽ മണലിൽ നടക്കാൻ വേണ്ടിയിട്ട് മണൽപാത, ഇത് കൽപാത. കണ്ടോ മണൽ 2 ഭാഗത്തും, പിന്നെ 2 ഭാഗത്തും പുൽത്തകിടികളുണ്ട്. ഇതൊരുപാട് പുഴ വരെ നടക്കാനുണ്ട് കേട്ടോ. അത്രയും 18 ഏക്കർ സ്ഥലവും നമുക്ക് അത്രയും വൃത്തിയായിട്ടാണ്. ഇവിടെ ഇലകൾ വരെ അന്നന്ന് അടിക്കും കേട്ടോ, ഇലകൾ വരെ. അത് പുല്ലൊന്നും അതായത് ഡിസ്റ്റർബ് ചെയ്യില്ല. പക്ഷേ ഇലകൾ എന്താ വെച്ചാൽ ഈ ചപ്പുണ്ടാവുമ്പോൾ കൊതുകൾ വന്നാലോ വെച്ചിട്ടേ. ഓക്കെ, പിന്നെ ഇവിടെ എല്ലാ ജീവികളും ഉണ്ട്. മുയലുകളൊക്കെ ഉണ്ട് കേട്ടോ, ഇപ്പോൾ കാണാനില്ല. കോഴികളുണ്ട്. ഓക്കെ, കോഴികളെ കൊന്നു തിന്നാനുള്ളതല്ല കേട്ടോ, അവർ ആനന്ദത്തോട് കൂടിയിട്ട് സ്വൈരവിഹാരം നടത്താൻ വേണ്ടിയിട്ടാണ് അവർ ഇവിടെ ഉള്ളത്. ഓക്കെ, അങ്ങനെ പലതരം ജീവികളുണ്ട്. നമുക്കങ്ങനെ പോയി കാണാം കേട്ടോ. വിളക്കുകളൊക്കെ ഇത് രാത്രി ലാമ്പുകളാണ്. അപ്പോൾ ഈ വിളക്കുകളൊക്കെ ഓരോ സുന്ദരിയായ സ്ത്രീകൾ പിടിച്ചു നിൽക്കുന്നത് പോലെ ഉണ്ടാക്കി വച്ചേക്കുന്നത്. ഇത് ഇരുമ്പിൻ്റെ ആണേ. ഓക്കെ, നടന്നാൽ തീരില്ല. ശരി, നമുക്കവിടെ ആ ഊഞ്ഞാലൊക്കെ ഹാപ്പി ആയിട്ട് വിശ്രമിക്കാനുള്ള മറ്റൊരു സ്ഥലമുണ്ട്. ഇവിടെ എവിടെ വേണമെങ്കിൽ നമുക്ക് വിശ്രമിക്കാം കേട്ടോ. കണ്ടോ മക്കളെ, ഇത് ഫോറിൻ കൺട്രീസിലൊക്കെ കാണുന്ന പോലത്തെ പ്ലേസ് ഇല്ലേ? മരങ്ങൾ എങ്ങനെയാണ് വളർത്തി വെച്ചേക്കുന്നത് നോക്കിയേ. എന്നിട്ട് അതിന്മേലൊക്കെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഊഞ്ഞാലുകൾ കെട്ടിയിട്ടേക്കാം, അത്രയും കംപ്ലീറ്റ് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, മക്കളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. എന്താ വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാനുണ്ട്. കണ്ടോ, പുഴയുടെ തീരത്തിൻ്റെ ഒരറ്റത്തേക്ക് വന്നു നമ്മൾ. ഇവിടെ ഇരുന്ന് ഊഞ്ഞാലാടാനുള്ളതാണിത്. ഓക്കെ, മഴയൊന്നും കൊള്ളില്ല. വൈകുന്നേരങ്ങളിൽ വന്നിട്ട് ഇവിടെ ആൾക്കാരെല്ലാവരും വന്നിരിക്കും. ഓക്കെ, അതിൽ പുഴയിൽ മീൻ പിടിക്കുന്ന ആൾക്കാരുടെ ബോട്ടാണത്. അത് ഇവിടെയുള്ള ഈ ആശ്രമത്തിൻ്റെ ഹൗസ് ബോട്ടിങ്സ് ആണ് കേട്ടോ. അതായത് ഈ ഒരു പ്രകൃതി ആശ്രമത്തിൻ്റെ എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും എല്ലാം ഫ്രീ ആണ് കേട്ടോ. അതായത് നമ്മൾ ഓൾറെഡി ഇത് റീസണബിൾ റേറ്റ് നമ്മൾ പേ ചെയ്യും 15 ദിവസത്തേക്ക് വിത്തൗട്ട് AC റൂമാണെങ്കിൽ. എന്ന് വെച്ചാൽ ഇവിടെ AC ആവശ്യമില്ല. ഓക്കെ, 35,000 ഉള്ളിലേ ഉള്ളൂ. ഇത്രയും ഹൈ ക്ലാസ് ഫെസിലിറ്റീസാണ് ഇവിടെ. അതായത് സാധാരണക്കാർക്ക് വരെ ഇവിടെ എല്ലാവരും എൻജോയ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഈ എല്ലാ ട്രീറ്റ്മെൻറ്റും ഈ എല്ലാ എൻജോയ്മെൻറ്റ്സും ഒക്കെ കേട്ടോ. ഓക്കെ, കണ്ടോ, വൈകുന്നേരമായ ഫുള്ള് ഇതിൽ ആൾക്കാർ വന്നിട്ട് അവർ സ്വൈരവിഹാരം നടത്തും. ഓക്കെ,
കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ട് അവർക്ക് സമ്മർ ക്യാമ്പുകൾ ഉണ്ടായിരുന്നു ഇവിടെ. കുട്ടികളൊക്കെ എല്ലാവരും ഈ ഫുഡിനെ കുറിച്ച് അറിയണം, ഈ ജീവിത വിധാനത്തെക്കുറിച്ച് അറിയണം എന്നുള്ളത് രാജുകാരുടെ ഒരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് അതും ഉണ്ട് കേട്ടോ സമ്മർ ക്യാമ്പ്സ്. കണ്ടോ ഇവിടുത്തെ ഇരിപ്പിടങ്ങളൊക്കെ നോക്കിയേ. എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിൽ ഇവിടെ വന്ന് റിലാക്സ് ആവാം. കണ്ടോ എല്ലാം മരമാണേ, മരം, മുള. എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഒരു ഇരുമ്പിൻ്റെ ഇതൊക്കെ കാണുള്ളൂ, വളരെ കുറച്ചായിട്ട്. പക്ഷെ കൂടുതലായിട്ട് ഇവർ വുഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനെയാണ് ഇറങ്ങിയിട്ട് നമ്മൾ അതിലേക്ക് പോകാട്ടോ. ആ ഗേറ്റുകൾ കണ്ടോ. ഇതിന് പുറത്ത് ഉള്ള ലാണാണ്. അവിടെ അത് ഊഞ്ഞാല് പോലെ കെട്ടിയിട്ടിട്ടുണ്ട് റിലാക്സ് ആവാൻ. പുഴയുടെ തീരാണ് കണ്ടോ. ഇതിൽ ഹാപ്പി ആയിട്ട് റിലാക്സ് ആവാം. പിന്നെ ഇവിടെ അലങ്കാര മത്സ്യങ്ങളുണ്ട്. അലങ്കാര മത്സ്യത്തിൻ്റെ വലിയ ഫിഷ് ടാങ്ക് കണ്ടോ. ഓക്കെ, വാവ്. ഇവിടെ കണ്ണിനും മനസ്സിനും ഒരേപോലെ കുളിർമ നൽകുന്ന, ഇവിടെ കണ്ടിരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ഒന്ന് റിലാക്സ് ആവാം. എല്ലാം മരമാണ് കണ്ടോ മക്കളെ. എല്ലായിടത്തും മരത്തിൻ്റെ ചാരു കസേരകൾ കണ്ടോ. ഓക്കെ, എല്ലായിടത്തും മരങ്ങൾ വെച്ച് പിടിപ്പിച്ചേക്കാം രാജുകാർ. പിന്നെ ഇവിടെ ഒരു പോഷ് ചട്ടം പ്രകാരം സ്ത്രീലപൈ ലൈംഗിക വേദിമ്പലു, അതായത് ഇവിടെ an internal complaints committee ICC is constituted in MSR Arogyalayam under POSH Act to deal with the complaints on sexual harassment of women. Aggrieved women can complain to the committee. So the guilty of the offence are punishable with imprisonment up to 3 years. അപ്പോൾ അത്രയും സ്ട്രിക്റ്റാണ് ഇവിടെ യാതൊരുവിധ കളികളും നടക്കില്ല. എന്നുവെച്ചാൽ അത്രയധികം ലോ പാലിച്ചുകൊണ്ടാണ് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ അത്രയും സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് വേണം സ്ത്രീകൾ വരാനും ഈ ഒരു ആരോഗ്യത്തിന് വേണ്ടി അവരിവിടെ ഹാപ്പി ആയിട്ട് ആ സമയം ജീവിക്കാനൊക്കെ. ഓക്കെ, ഇത് ഷട്ടിൽ കളിക്കുന്നതാണ്. അവിടെ മുയലുകൾ ഓടി കളിക്കുന്നത് കാണുന്നുണ്ട്. കാണുന്നില്ലേ? യെസ്, 2 എണ്ണം ഉണ്ട്. ഇനിയുണ്ട്, കറുത്ത മുയലുകളൊക്കെ ഉണ്ട്. പറ്റുമെങ്കിൽ നമുക്ക് കാണാം. ഇവിടെ രാത്രിയൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാം. മൊത്തം ലൈറ്റായിരിക്കും. പിന്നെ എവിടെ നോക്കിയാലും ഇങ്ങനത്തെ കസേരകളും ടേബിളും ഒക്കെ കാണാം. കണ്ടോ, എവിടെ നോക്കിയാലും എല്ലായിടത്തും മരങ്ങൾക്കിടയിൽ അത് കാണാം നമുക്ക്. ഓക്കെ, പിന്നെ ഇതൊരു മൈതാനം. ഇതെന്തിനുള്ളതാ? ഞാൻ തന്നെ ഇവിടുത്തെ പല സ്ഥലങ്ങളും സന്ദർശിച്ചിട്ടില്ല ഗൈസ്. എന്താ വെച്ചാൽ അത്രയും ഉണ്ട് നടന്ന് കാണാൻ, ആസ്വദിക്കാൻ. ഇതൊരു സഭാവേദിക എന്നാണ് എഴുതി വെച്ചാൽ. അതിലും സ്റ്റേജ് ഉണ്ട്, പുൽത്തകിടി ഉണ്ട്. ഓക്കെ, പിന്നെ തെങ്ങുകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടോ. ഇത് ഫീമെയിൽ ജിമ്മാണ് കേട്ടോ, ഫീമെയിൽ ജിമ്മ്. അതിൻ്റെ ഇത് നോക്കിയാൽ വയറ് കൂടുതലുള്ളവർക്ക് അതെങ്ങനെയാണ് ചെത്തിയെടുക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഈ ഒരു ശില്പം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത് ഫീമെയിൽ ജിമ്മാണ്. അതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോകാം നമുക്ക്. കണ്ടോ എങ്ങനെയാണ് അതിനെ കൊത്തിയെടുക്കേണ്ടത് എന്നുള്ളതാണ്. നന്നായിട്ടില്ലേ? എല്ലായിടത്തും ഇങ്ങനെ വാട്ടർ കാണാം. എന്താ വെച്ചാൽ ഇവിടെ വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കണം. യെസ്, എത്ര വലുതാണെന്നറിയോ മക്കളെ. എല്ലാം ഇവിടെ ലേഡീസിനും ജെൻസിനും ഒക്കെ സെപ്പറേറ്റാണ്. ഇത് മുഴുവൻ കണ്ണാടിയാണേ. യെസ്, നമുക്കൊന്ന് ജസ്റ്റ് അങ്ങനെ പോയിട്ട് അധികേന വരാം. വാവ്, ഇവിടെ ഫാസ്റ്റിങ്ങിലുള്ളവർക്ക് ഇളനീര് വെള്ളവും കരിമ്പിൻ ജ്യൂസും കിട്ടുന്ന സ്ഥലമാണ്. റിലാക്സ് ആവാൻ വന്നിട്ട് ഇതൊക്കെ കുടിച്ച് എല്ലാ മരങ്ങളും ഉണ്ട് കണ്ടോ. ഇനി ഈ ഭാഗത്തിലൂടെ പോവാം. എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. എത്ര വൃത്തിയാ നോക്കിയേ. ഇപ്പം തന്നെ ഇവിടെ ഒരു 1000-ൻ്റെ അടുത്ത ആൾക്കാരുണ്ട്.
എവറി ഡേ ക്ലീൻ ചെയ്യും. ഇവിടെ ക്ലീനിങ് ചെയ്യാൻ തന്നെ, അതായത് സർവീസ് ചെയ്യുന്നവർ തന്നെ 700 പേരാണുള്ളത്. ഏകദേശം ഇവിടെ വന്ന് ജോയിനായി നമ്മൾ ഈ ഒരു പ്രകൃതി ചികിത്സയ്ക്ക് വരുന്ന, സുഖ ചികിത്സയ്ക്ക് വരുന്ന ആൾക്കാരുടെ അത്രയും എണ്ണം ആൾക്കാർ ഇവിടെ ക്ലീനിങ്ങിനായിട്ട് തന്നെ ഉണ്ട്, സർവീസ് ചെയ്യാനായിട്ട് തന്നെ ഉണ്ട്. കാണുന്നുണ്ടോ മക്കളെ? ഇതൊരു വ്യായാമശാലയുണ്ട്. ഇതിൻ്റെ കെട്ടിടം എന്ന് പറയുന്നത് മോൾ ഗോപുരം, അതിൻ്റെ ബാക്കിൽ വലിയൊരു ഗോപുരമുണ്ട്, അതിൻ്റെ മുകളിലും അതേ എനർജി റിസീവർ ഉണ്ട്. കാണാമോ? ഇനി നമുക്കതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാമേ. ഇവിടെ എൻട്രൻസിൽ തന്നെ നമുക്ക് ശ്രീബുദ്ധനെ കാണാം. എത്ര വലിയ ഹാളാണ് നോക്കിയേ. ഇങ്ങനെ തന്നെയാണ് ഓരോ സ്ഥലവും കേട്ടോ. വ്യായാമം ചെയ്യാനുള്ള എല്ലാവിധ സാധനങ്ങളും ഇവിടെ ഉണ്ട്. വലിയ സ്റ്റേജ് ഉണ്ട് തടിയുള്ളവർക്ക്. ഓക്കെ. പിന്നെ സത്യനാരായണ രാജു സാറിൻ്റെ ഫോട്ടോ കാണിച്ചു തരാം. ഇതാണ് അദ്ദേഹം കേട്ടോ. ഓക്കെ, വലിയ സ്റ്റേജാണത്. ഇപ്പോൾ ആൾക്കാർ വരുന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ ലഞ്ച് ബ്രേക്കാണിപ്പോൾ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും വന്നു തുടങ്ങും. ഇതേ മക്കൾ വന്നു തുടങ്ങി. നമുക്ക് പുറത്ത് പോവാം. പുറത്ത് വരുമ്പോൾ അതിൻ്റെ ഇനിയും വൃത്തിയായിട്ട് കുറച്ചും കൂടി ഭാഗം നമുക്ക് കാണാൻ പറ്റും. അത്രയും വലിയ വലിയ ഹാളുകളല്ലേ. അപ്പോൾ ഞാൻ താഴെ നിന്നല്ല എടുക്കുന്നത്, എനിക്ക് അത്ര ഡീറ്റെയിൽഡായിട്ട് കാണാൻ പറ്റുന്നില്ല മക്കളെ. അതാണ് റിസപ്ഷൻ കേട്ടോ, മെയിൻ ഗേറ്റ് റിസപ്ഷൻ. അത് വലിയ സൂപ്പറാണ് അതിൻ്റെ ഉള്ളിലും. ഓക്കെ, നമുക്കൊന്ന് പോകാൻ പറ്റുമോ നോക്കാം. ഇതും അതെ, ഷട്ടിൽ കളിക്കുന്നതാണ്. പ്രത്യേകമാണ് കേട്ടോ. എല്ലാം പെൺകുട്ടികൾക്ക് വേറെ, ആൺകുട്ടികൾക്ക് വേറെ, സ്ത്രീ പുരുഷന്മാർക്കെല്ലാം സെപ്പറേറ്റ് കോർട്ടുകളാണ്. ഹലോ ഫ്രണ്ട്സ്, ഇതൊരു റിസപ്ഷൻ്റെ ഭാഗമാണ് കേട്ടോ. നോക്കി പൂക്കളൊക്കെ വെള്ളത്തിൽ വെച്ചേക്കുന്നത് ഇതൊരു ഭംഗിയായിട്ടല്ലേ, ഇതൊരു നീറ്റ്നെസ്സാണ് നോക്കിയേ. റിസപ്ഷൻ്റെ ആദ്യത്തെ ഇതാണ്. ഇതൊരു നീറ്റ്നെസ്സാണ് നോക്കിയേ. ഇവിടെ വരുമ്പോൾ തന്നെ ആ ഒരു സുഗന്ധം ഉണ്ടല്ലോ, അത് പ്രകൃതി രമണീയമായിട്ടുള്ള കണ്ടോ. അപ്പോൾ ഇവിടെ റിസപ്ഷൻ നമ്പർ നമ്മൾ ഫസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, കണ്ടോ ഇതിൻ്റെ റൂമിൻ്റെ ചുമരുകൾ കണ്ടോ, മൊത്തം മുളയാണ്, മുള കണ്ടോ. അപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് അടുത്ത റിസപ്ഷനിലേക്ക് പോവാം കേട്ടോ. കണ്ടോ കസേരകളെല്ലാം. ഇവിടെയും ശ്രീബുദ്ധ ഭഗവാനുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ സ്വീകരിക്കാൻ കണ്ടോ ശില്പം. ഇതാണ് മെയിൻ ഗേറ്റ് കേട്ടോ. ഇവിടേക്ക് എൻ്ററായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തേക്കേ പോകാൻ പറ്റില്ല ഈ 15 ഡേയ്സ് കഴിയാതെ. കാണുന്നുണ്ടോ നിങ്ങൾക്ക് മെയിൻ ഗേറ്റ്? കണ്ടോ? ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ 3 കുരങ്ങന്മാരുണ്ട്. അതായത് വേണ്ടാത്തത് കേൾക്കരുത്, വേണ്ടാത്തത് മിണ്ടരുത്, വേണ്ടാത്തത് കാണരുത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് പോകാൻ നമ്മൾക്ക് ആ ഒരു സമയം കഴിയുമ്പോൾ ഇതാണ് കേട്ടോ. കണ്ടോ, പുറത്തുനിന്ന് നമുക്ക് രാജുകാരുടെ പെർമിഷൻ ഉള്ള കാരണം നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ, അല്ലെങ്കിൽ എല്ലാവരും വീഡിയോ എടുക്കാം, പക്ഷേ എന്നാലും നമുക്ക് കൂടുതൽ തടസ്സങ്ങളില്ല. ഇവിടെ നമ്മൾ എൻ്റർ ആവും കേട്ടോ. ഇവിടെ നിന്നാണ് നമുക്ക് ഉള്ളിലേക്ക് വരാൻ പറ്റൂ. അവിടെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും പറയുന്നത്. ഏത് കോഴ്സാണ് നമ്മൾ ചെയ്യുന്നത്, കോഴ്സ് എന്ന് പറഞ്ഞാൽ 15 ദിവസത്തേക്കാണോ, 1 മാസത്തേക്കാണോ, 2 മാസത്തേക്കാണോ, 3 മാസത്തേക്കാണോ, 4 മാസത്തേക്കാണോ. ഓക്കെ, പിന്നെ അതുമല്ല നമുക്ക് എന്തെങ്കിലും രോഗങ്ങളുണ്ടോ, രോഗം ക്ലിയർ ആവാനായിട്ടാണോ വന്നത്, വിസിറ്റ് ചെയ്യാനാണോ, അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് അറിയാനായിട്ടാണോ, എല്ലാം നമുക്ക് അവിടെ പറയാം. പിന്നെ ഏത് റൂം വേണം, ഓക്കെ. ഇത് ടോയ്ലറ്റ്സ് ആണ് കേട്ടോ. അത് എൻട്രൻസിൽ തന്നെ എന്താ വെച്ചാൽ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ അതിന് അത്രയും വെയിറ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പുറമേ. സൂപ്പർ കണ്ടോ, മന്ദന സത്യനാരായണ രാജു ആരോഗ്യാലയം. ചെടു കനക്കൂ, ആവശ്യമില്ലാത്തത് കാണുകരുതെന്ന്. അതേപോലെ ആവശ്യമില്ലാത്തത് മിണ്ടരുത്, ആവശ്യമില്ലാത്തത് കേൾക്കരുത്. യെസ്, ഇനി രണ്ടാമത്തെ റിസപ്ഷനിൽ എന്താ സംഗതി എന്നറിയാം മക്കളെ, പറയാട്ടോ. വിസിറ്റേഴ്സൊക്കെ നമ്മളെ കാണാൻ വരുമ്പോൾ അവർക്ക് കാണാനുള്ള സ്ഥലം, വലിയ സ്ഥലമാണത്, ഇതിൻ്റെ ഒരു ഭാഗമാണത്. അപ്പോൾ മഴ പെയ്യുന്നുണ്ട് ഇവിടെ, അതുകൊണ്ട് കവറിട്ട് വെച്ചേക്കാണേ. ഓക്കെ, പിന്നെ ഇവിടേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ലഗേജസ് സ്കാൻ ചെയ്യും. അതിൽ ഫുഡ് ഉണ്ടോ,
ഉപ്പുണ്ടോ, എണ്ണയുണ്ടോ, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, സിഗരറ്റ്, അതേപോലെ തന്നെ മദ്യം, മയക്കുമരുന്ന്, അങ്ങനത്തെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളത് സ്കാൻ ചെയ്യും കേട്ടോ. സ്കാൻ ചെയ്തിട്ടേ പറഞ്ഞയക്കും നമ്മൾ. ഇതൊക്കെ ആ പ്രോസസ്സ് കഴിയോളം നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമാണേ. 2 സൈഡിലും അവിടെയുണ്ട്, അതിൻ്റെ അപ്പുറത്തും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ മുകളിൽ കണ്ടോ പായ പോലത്തെ എല്ലാം സെൻട്രൽ എ സി ആണേ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോവാം. താങ്ക് യു സാർ. താങ്ക് യു. എന്നാൽ അതെ, യെസ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഈ ബ്ലോക്കിൻ്റെ പേര് പൃഥ്വി ഭവൻ എന്നാണ് കേട്ടോ. ബ്ലോക്ക് നമ്പർ 1, അതായത് പഞ്ചഭൂതങ്ങളുടെ നെയിമാണ് ഓരോ ബ്ലോക്കിനും ഇട്ടിട്ടുള്ളത്. കണ്ടോ, ദേശീയ പതാക പാറി കളിക്കുന്നത്. എത്ര വലിയ ദേശീയ പതാക എന്നറിയോ മക്കളെ? കണ്ടോ ബിൽഡിങ്. എനിക്ക് കുറച്ചൊക്കെ ഈ കുഞ്ഞു ഫോണിലൂടെ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെയാണ് ഫിസിയോതെറാപ്പി ഭവനം കേട്ടോ. ഇവിടെ ഉണ്ടോ ഫിസിയോതെറാപ്പി, അക്യുപ്രഷർ, ഫുട്ട് ആൻഡ് ഹെഡ് റിഫ്ലക്സോളജി, അക്യുപങ്ക്ചർ, EMS, ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലാണേ. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ എന്താ സൂപ്പർ എന്നറിയോ? സെൻട്രൽ എ സി ആണ്. പിന്നെ അവിടെ ഒന്ന് നമുക്ക് പോയി നോക്കാം. പക്ഷെ അവിടെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. എല്ലാം തുറന്നിട്ടേക്ക്. യെസ്, കണ്ടോ, നോക്കിയേ എത്ര വലിയ ഫാനുകളാണെന്ന് കണ്ടോ. യെസ്, ഇപ്പോൾ എല്ലാവരും റെസ്റ്റിലാണ്. ഈ സമയത്ത് ഇവിടെ ട്രീറ്റ്മെൻ്റ് ഇല്ല, 1 അവർ റെസ്റ്റാണ്. ഈ സൈഡ് മൊത്തം സ്ത്രീകൾക്കുള്ളതാണ്. ഓക്കെ, അത് ഓരോ കുടീരങ്ങൾ പോലെയാണ് കേട്ടോ. ഇത് ജെൻസിൻ്റെ ആണേ. നമുക്കൊരു കുഞ്ഞു കുടീരം കാണാം. അത് അതിൻ്റെ ഉള്ളിൽ അക്യുപങ്ക്ചർ നടക്കുന്നതാണിത്. ഓരോരോ സ്ഥലങ്ങൾ. ഇത് അക്യുപങ്ക്ചർ ചെയ്യുന്ന ഡോക്ടറുടെ ഇതാണ്. ചെറുതായിട്ട് കാണിച്ചാൽ എന്ത് ഭംഗിയാലേ. ഇങ്ങനെയാണ് ഓരോരുത്തരുടെ കേട്ടോ. അത് മൊത്തം നമ്മളങ്ങനെ കാണിക്കുന്നത് ശരിയല്ല. എന്താ വെച്ചാൽ അവർ ഓരോരോ ട്രീറ്റ്മെൻറ്റിലായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കണേ. ഇതാണ് EMS, അതായത് വയറും ബാക്കൊക്കെ കൂടുതൽ കൊവുണ്ടാവില്ല, ഫാറ്റ്, അതൊക്കെ എടുക്കുന്ന ബെഡുകൾ കണ്ട്. ഇപ്പോൾ ഇവിടെ കാലിയാണ്. രാജുഗാരു തീസി മണ്ണാറന്ത అయితే അതുകൊണ്ട് ഉണ്ട്. അതിൽ സമയമുണ്ട്. സമയം നോക്കിയിട്ട് ആ സമയം കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അവരെ വിളിക്കാനും ഒക്കെ എല്ലായിടത്തും ക്ലോക്കുകളുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് അറിയാമില്ലല്ലോ. അതുകൊണ്ട് അവർ പറഞ്ഞു, അയ്യോ മാഡം ഇവിടെ എടുക്കാൻ പാടില്ല എന്ന്. പക്ഷെ നമുക്ക് ഡോക്ടർ സാറ് തന്നെയാണ് നമുക്ക് ഈ പെർമിഷൻ തന്നിട്ടുള്ളത്. സോ ഇവിടുന്ന് ഇറങ്ങുന്നത് ജിമ്മിലേക്കാണ് കേട്ടോ. ഇനി നമുക്ക് തിരിച്ച് വീണ്ടും മറ്റ് പലതും കാണാൻ പോവാം. ഓക്കെ, എന്താ വെച്ചാൽ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന സമയമാണെങ്കിൽ ഞാൻ ഇവിടേക്ക് പ്രവേശിക്കില്ല. ഇപ്പോൾ റെസ്റ്റാണ്, ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് നടക്കില്ല. അത് ചെയ്യുന്നവരും ഇവിടെ ഫ്രീ ആയിട്ട് റിലാക്സ് ആവുകയാണ്. ഓക്കെ, ഇതെന്താണെന്നറിയോ? ഇന്ദ്രിയങ്ങളെ ജയിച്ചാലാണ്, ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചാലാണ് നമുക്ക് ആ ഒരു യോഗത്തെ സ്ഥിതി വരുള്ളൂ എന്നാണ് പറയണത്. ചെവി, മൂക്ക്, കണ്ണ്, നാവ്, ചർമ്മം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു നിയന്ത്രണം വരുമ്പോഴാണ് യോഗത്തെ സ്ഥിതിയിലേക്ക് എത്താൻ പറ്റുമെന്ന് അർത്ഥം. ഓക്കെ, ഇവിടെ കണ്ണിന് കുളിർമ നൽകുന്ന കാര്യങ്ങളേ ഉള്ളൂ മക്കളെ. ഇത് 2ാമത്തെ ബ്ലോക്കാണ്. ജൽ ഭവൻ എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മറ്റ് അവിടെ സുഭാഷിയുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നമുക്ക് കാണിച്ചു കൊടുക്കാം. എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? നല്ല ഫുഡ്. യെസ്, അപ്പോൾ നമുക്ക് പോവാട്ടോ. കാണുന്നുണ്ടല്ലോ ഇവിടെ ഇനിയും കുറേ കാണുന്നുണ്ട്. തേജ് ഭവൻ മക്കളെ, ഇത് കണ്ടോ? കാണിച്ചു. ഇത് ബാലഭോജനശാല, കുഞ്ഞു മക്കൾക്കുള്ള ഭക്ഷണം. അവർക്ക് എപ്പോൾ നോക്കിയാലും ചിലപ്പോൾ വിശക്കും. അതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളാണ് ഇതിലൊരുക്കിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, കണ്ടോ? ഇത് കുട്ടികൾക്കുള്ളത്. ഇതൊരു ഫെസിലിറ്റിയാണോ നോക്കിയേ.
അവർക്ക് വിളമ്പി കൊടുക്കാനടക്കം എല്ലാം. ശരി, കുട്ടികളൊക്കെ ഭക്ഷണം കഴിച്ച് പോയി. ഇപ്പോഴും ഇവിടെ മാതാപിതാക്കളുടെ ഒപ്പം കുട്ടികൾ വന്നിട്ട് അവരിതെല്ലാം പാലിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് വഴികളുണ്ട് കേട്ടോ, നമുക്ക് ഒരുപാട് വഴികൾ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതിയാണോ പോകേണ്ടത്? അതേ പോയിട്ട് വന്നാൽ മതിയോ? അതേ പോവാല്ലേ? ശരി. കണ്ടോ, ഇതൊക്കെ നമ്മൾ ഈ ഒരു രാജാക്കന്മാരുടെ കാലഘട്ടത്തിലുള്ള അതുപോലത്തെ ഇങ്ങനത്തെ ഒരുപാട് കാണാം നമുക്ക്. യെസ്, ഇതിലാണ് ഞങ്ങളുള്ളത് കേട്ടോ, 4th ബ്ലോക്കിൽ തേജ് ഭവനിലാണ് ഞങ്ങളുള്ളത്. സാറുള്ളതും ഇതിലൊന്നുമില്ല, ഇതിൻ്റെ മുകളിലല്ലേ. നമുക്ക് കിച്ചണിൻ്റെ ഭാഗത്തേക്ക് പോവാം. അതേപോലെ തന്നെ മെയിൻ ഹാളുണ്ട്, സാറിൻ്റെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലമാണത്. ഓക്കെ, ഇതാണ് രാജയോഗ മെഡിറ്റേഷൻ ഹാള്. ഇതൊന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഡോറൊക്കെ എന്തൊരു കന, അമ്പലങ്ങളുടെ ഡോറ് പോലെ. കണ്ടോ, രാജയോഗ മെഡിറ്റേഷൻ ഹാളാണ്. നന്നായിട്ടില്ലേ? ഇവിടെ അവർക്ക് മെഡിറ്റേഷൻ പറയാനുള്ള ഈ ഒരു ഫെസിലിറ്റീസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ക്ലാസ് പറയാനായിട്ട് വരും ദീദിമാർ. പക്ഷെ നമ്മൾ ആനാപാനസതി ധ്യാനം ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇതിൽ വരാറില്ല. എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കൽ പോയതാണ് ആനാപാനസതിയിലേക്ക് എത്തുന്നതിന് മുമ്പ്, പക്ഷെ അത് നമുക്ക് കണക്റ്റായില്ല. വളരെ സരളമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ആനാപാനസതി. അതിസഹജമായ ശ്വാസത്തെ ശ്രദ്ധിച്ചിരിക്കുക അല്ലേ, ഹാപ്പി ആയിട്ടാണ്. ഇനി നമുക്ക് പത്മ മെമ്മോറിയൽ കിച്ചൺ, അതായത് ഓരോരുത്തർ സ്പോൺസർ ചെയ്താൽ കേട്ടോ. ഇതാണ് നമ്മൾ മോളിൽ നിന്ന് കണ്ടിട്ടുള്ള ഒരു ഭാഗം. ശരി, ഒന്ന് കിച്ചണിലേക്ക് പോയി നോക്കാം. കിച്ചണിൻ്റെ ഉള്ളിലേക്കൊന്നും പോകാൻ പറ്റില്ല, ജസ്റ്റ് നമുക്ക് ഏത് വരെ കാണിക്കാൻ പറ്റും അത് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല, പക്ഷെ ഗ്ലാസ്സിലൂടെ കുറച്ചൊക്കെ നമുക്ക് കാണാം. ഇവിടെ ശ്രീരാമസ്വാമി സീതാമാതാവും ഭക്ഷണം കഴിക്കുന്നത്, അല്ലെങ്കിൽ വിഷ്ണു ഭഗവാനും ലക്ഷ്മി ദേവി ആയിരിക്കാം. അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് പ്രവേശനമില്ല. എന്തൊരു വാസന, നല്ല വാസന. ഇവിടെയാണ് ഇപ്പോൾ കുക്കിംഗ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ കുക്കിംഗ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നും ఉచ్చకి 1 മണിക്ക് കുക്കിംഗ് ക്ലാസ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഇവിടെയാണ് ഇപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് കുക്കിംഗ് ക്ലാസ് നടക്കും. പിന്നെ വൈകുന്നേരം ഡോക്ടറുടെ ക്ലാസ്, എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടതെന്നുള്ള എവരിഡേ ക്ലാസ് ഉണ്ട്. ഇതൊക്കെ ബാത്റൂംസാണ്, എല്ലായിടത്തും ഇങ്ങനെ ബാത്റൂംസ് കാണും. ഇതൊക്കെ വേസ്റ്റ് ഇടുന്ന ഡ്രൈ വേസ്റ്റ് റൂമാണിത്. ഓക്കെ, എല്ലാം വൃത്തിയാക്കിയിട്ട് വെച്ചേക്കാണ് കൊണ്ടുപോകാനായിട്ട്. ഇനി എന്നും ട്രാക്ടർ വരും കേട്ടോ, എവിടെയും ഇവരിവിടെ കൊട്ടിക്കളയില്ല. ട്രാക്ടർ വന്നിട്ടാണ് ഇതെല്ലാം കൊണ്ടുപോവുക. പക്ഷെ അത്രയും വൃത്തിയായിട്ടാണ് ഇവിടെ സൂക്ഷിക്കുന്നത്. എവിടെയോ ഒരു വൃത്തികെട്ട സ്മെല്ല് എന്നുള്ളത് നമുക്കിവിടെ കാണില്ല. യെസ്, ഇത് പുരുഷന്മാരുടെ സ്പോർട്സ് കോംപ്ലക്സ് ആണ്. പുരുഷന്മാരുടെ എവിടെയും യോഗയൊക്കെ ചെയ്യാറുണ്ട് തോന്നുന്നു. യോഗ മാറ്റ്സൊക്കെ കാണുന്നു കണ്ടോ. പുരുഷന്മാരുടെ ഫുട്ബോൾ കളിക്കാം, ക്രിക്കറ്റ് കളിക്കാം. ഓക്കെ, എത്ര വലുതാ. എന്താ കുഞ്ഞുമക്കളിവിടെ കളിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ മാവിൻ്റെ ചോടുകളൊക്കെ കണ്ടോ, ഇത്ര വൃത്തിയായിട്ട്. എന്നും ഇലകൾ അടിക്കും കേട്ടോ അവിടെ.
ഇവിടെ ആന്ധ്രാപ്രദേശിൽ ഇത്രയും ചൂടുള്ള ഈ ഒരു വിജയവാഡ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ചൂടുള്ള സ്ഥലമാണ്. പക്ഷേ അവിടെ ഇത്രയും കൂളായിട്ടുണ്ടെങ്കിൽ ആ മഹാത്മാവ് ആ ഒരു മഹാകാരണ ജന്മ അവതാരം ചെയ്തു വെച്ചേക്കുന്ന ഈ സൃഷ്ടി ഉണ്ടല്ലോ, മഹാസൃഷ്ടി, അത് പുരുഷന്മാരുടെ അല്ലേ സുഖമായിട്ടത്, പുരുഷന്മാരുടെ മഡ് ബാത്തിൻ്റെ ആണ് കേട്ടോ അത്. പക്ഷെ അത് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല. ഇത് പുരുഷന്മാരുടെ മഡ് ബാത്ത്, അതേപോലെ നീം ബാത്ത് ഒക്കെ ഏരിയ ആണ് കേട്ടോ. അത് വലിയ ഏരിയയാണ്. അതേപോലെ തന്നെ സ്ത്രീകളുടെ ഏരിയ വേറെയാണ്. അതായത് പുരുഷന്മാരുടെ ഇത്രയും വിട്ടിട്ടാണ് സ്ത്രീകളുടെ. ഇനി അവിടെ കുറച്ച് ദൂരം പോകണം. ഇവിടെ കുടീരങ്ങൾ, ശക്തി കുടീരം എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ റിലാക്സ് ആവാം. കണ്ടോ, പുഴയുടെ ഓരത്ത് മൊത്തം പുൽത്തകിടിയാണ്. നമുക്ക് ഈ പുൽത്തകിടിയിലൊന്ന് ഇറങ്ങാം. ഈ പുൽത്തകിടിയിൽ തന്നെ നമുക്ക് എത്രയോ ദൂരം സഞ്ചരിക്കാം കേട്ടോ. അയ്യോ കണ്ടോ എന്ത് ഭംഗിയല്ലേ. എല്ലായിടത്തും ഇങ്ങനെ കസേരകൾ കാണാം. അതേപോലെ തന്നെ മരത്തിൻ്റെ ഈ മരമൊക്കെ കണ്ട എന്ത് ഭംഗിയാണ്. കുടീരങ്ങൾ നമ്മളവിടെ കുറച്ച് അങ്ങോട്ട് നമ്മൾ പോയിട്ടുണ്ട്. കണ്ട നിങ്ങൾക്ക് ആ മരത്തിൻ്റെ ഇതേപോലത്തെ മരത്തിൻ്റെ എല്ലായിടത്തും കാണുന്നില്ലേ മക്കളെ, നിരന്ന് കാണാം മൊത്തം ഉണ്ടോ. അതൊക്കെ ഇരിപ്പിടങ്ങളാണ്. 2-3 പേർക്ക് ഇരിക്കാം പുഴ തീരത്ത് കേട്ടോ. അപ്പോൾ വെയിലുള്ള കാരണമാണ് അത്രയും ക്ലാരിറ്റി ഇല്ല. എന്നാലും ഒന്ന് അടുത്തുനിന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. കണ്ടോ മരം ഇങ്ങനെ പൊളിച്ച് വെച്ചേക്കാണ് കേട്ടോ. അതിൻ്റെ പകുതി ഇരിക്കാനും പകുതി ചാരാനും. ഓക്കെ ഉണ്ട് എല്ലായിടത്തും അത് തന്നെയാണ്. ഇപ്പോഴും നോക്കിയേ എന്തൊരു നീറ്റായിട്ടുള്ള ഒക്കെ മരമാണേ. അരേ ഫ്രണ്ട്സ്, തെറ്റ് പറ്റിയിട്ടോ. അത് മരമാണോന്ന് ഞാനതിങ്ങനെ തൊട്ട് നോക്കിയപ്പോൾ എന്താ ഒരു സൗണ്ട് വരണു. അപ്പോൾ അതെന്തോ ഒരു മെറ്റീരിയൽ മരം ആക്കി വെച്ചേക്കുക. അയ്യോ സോറി ഗൈസ്. അപ്പോൾ എനിക്ക് പരിചയമില്ല, ക്ഷമിച്ചേക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചത് മരമാണെന്ന്. അപ്പോൾ അതൊരു സൃഷ്ടിയാണ്. പിന്നെ കണ്ടോ, അപ്പോൾ ഇതും മരമായിരിക്കില്ല കേട്ടോ. എന്താ വെച്ചാൽ ഇവിടെ വെള്ളമൊക്കെ കയറാം. അയ്യോ ഇത് മരമാണ് കേട്ടോ, ഇത് മരമാണേ. ഓക്കെ കണ്ടോ, നമ്മുടെ അക്കമാർ ഇവിടെ ക്ലീൻ ചെയ്തിട്ട് എന്ത് പെർഫെക്റ്റ് ക്ലീനിങ്ങാണെന്നറിയോ. അത്രയും ശുചിത്വമാണ് ഇവിടെ. ഓക്കെ കണ്ടോ, അതിൻ്റെ മുകളിലുള്ള ആ കോണ് കണ്ടോ മക്കളെ. നോക്കിയാൽ ഈ അക്കമാരിവിടെ പുല്ലിനെ വൃത്തിയാക്കുന്നത് എങ്ങനെയാണ്. അതായത് ഇതിൻ്റെ ഇലകളൊക്കെ വീഴുമ്പോൾ അങ്ങനെ ഓരോ ഭാഗത്തും ആൾക്കാർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ, നിത്യം. മലയാളം യെസ്. ഓക്കെ കണ്ടോ, ഇനി നമുക്ക് ഒരുപാട് നടക്കാനാണ്. നമുക്കതിന് മുമ്പ് ഒരു കാര്യം കാണാം. ഓക്കെ, അത് കണ്ടിട്ട് നമുക്ക് സൂര്യപ്രാങ്കണം കാണാം കേട്ടോ. ചില്ലറയല്ല ഇനി കാണാൻ പോകുന്ന മക്കളെ. ആന്ധ്രയിൽ ഇത്രയും ചൂടുള്ള സ്ഥലത്ത് ചക്ക കണ്ടോ, ചക്ക. അതൊരു ചക്ക കൊത്തിയേക്കണു ഒരെണ്ണം പഴുത്തിട്ടുണ്ട്, പക്ഷെ അത് പൊട്ടിച്ചിട്ടില്ല. കണ്ടോ, ഇത് ഇവിടെയൊക്കെ ചക്കയും പിടിപ്പിച്ചേക്കുന്നു ഡോക്ടർ സാറ്. കണ്ടോ, അതൊക്കെ ചക്കമരങ്ങളാണ്. ഇത് മുഴുവൻ പ്ലാവുകളാണ്. ഇതൊക്കെ മാവ് ഈ സൈഡിൽ. ഓക്കെ, പിന്നെ മറ്റൊരു സംഗതി കാണിച്ചു തരാം കേട്ടോ. എന്താല്ലേ നീറ്റ്നെസ്. എല്ലായിടത്തും ഇങ്ങനെയുള്ള വെള്ളം കുടിക്കാനുള്ളതേ വെച്ചിട്ടുണ്ടാവും. കണ്ടോ, ഇത് വൃക്ഷോ രക്ഷതി രക്ഷിത, വൃക്ഷങ്ങളെ എങ്ങനെയാണ് കാത്തു രക്ഷിക്കേണ്ടതെന്ന്. അതായത് ഇവിടെ ചെടികളും വൃക്ഷത്തൈകളും ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കാണ്. അപ്പോൾ അവർ തന്നെ വെക്കും, പുറത്തേക്ക് വെക്കാനല്ല ഇതൊന്നും. ഓക്കെ, എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു വിജയവാഡ എന്ന് പറഞ്ഞാൽ ഇത്രയും ചൂടുള്ള ഒരു സ്ഥലത്ത്
ഇത്രയൊക്കെ വൃക്ഷങ്ങൾ നട്ട് പിടിപ്പിച്ചെങ്കിൽ അത് ചെറിയ കാര്യമല്ല, അത് ചെറിയ സങ്കല്പമല്ല മക്കളെ. മഹാകാരണ ജന്മം തന്നെയാണ് ഡോക്ടർ മന്ദന്ന സത്യനാരായണ രാജു അവർകൾ. ഓക്കെ, ഇത് നമ്മുടെ ഈ ഒരു ആശ്രമത്തിലെ പശുവാണ് കേട്ടോ. പശുവിൻ്റെ തൊഴുത്താണത്. ആ തൊഴുത്തിൻ്റെ മുകളിലും കൂടിയിട്ട് കണ്ടോ ആ എനർജി റിസീവർ കണ്ടോ മക്കളെ, കണ്ടോ ആ തൊഴുത്ത് എന്ത് ഭംഗിയായിട്ടാ അമ്മയും മോളും കിടക്കുന്നത് കണ്ടോ, കണ്ടോ. ഹായ്, എന്തൊരു വൃത്തിയായിട്ടാ. അതിനെ കുളിപ്പിക്കും, എന്നും കുളിപ്പിക്കും. പൊട്ടൊക്കെ തൊടിയിച്ചിട്ടുണ്ട് കണ്ടോ, മഞ്ഞളൊക്കെ തൊട്ടിട്ട്. ഹലോ, ഉറക്കത്തിലാ, അതാണ് മോള് കേട്ടോ. ഓക്കെ, എന്തൊരു വൃത്തിയായിട്ടാ കണ്ടോ. അതായത് നീറ്റ്നെസ് എന്ന് പറയണത് അതാണ് ഇവിടെ നമുക്ക് അത്രയധികം നമ്മളെ ആകർഷിക്കുന്നത്. മക്കളെ, ഇപ്പോൾ നമ്മൾ പ്രവേശിക്കാൻ പോകുന്ന സൂര്യപ്രാങ്കണത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ അത് പുറത്ത് കുടിക്കാൻ എല്ലായിടത്തും ഈ കുടിവെള്ളം ഉണ്ടാവും. ഇവിടെ ലേഡീസ് ചപ്പൽ സ്റ്റാൻഡാണ്. അതായത് അതിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെരുപ്പുമായിട്ട് പ്രവേശിക്കരുത്, അതുകൊണ്ടാണ്. നമുക്ക് ഈ കുടീരത്തിലൊന്ന് കയറി നോക്കാം, എന്നിട്ട് നമുക്ക് സൂര്യപ്രാങ്കണത്തിലേക്ക് പോവാം കേട്ടോ. കണ്ടോ ഇതിൻ്റെ മുകളൊക്കെ മരം കൊണ്ട് എങ്ങനെ കെട്ടിയേക്കുന്നതൊക്കെ. ഇത് ഫീമെയിൽസിൻ്റെ പഞ്ചഭൗതിക ട്രീറ്റ്മെൻറ്റ് സെഷൻ കേട്ടോ. അതിൻ്റെ ഉള്ളിൽ മുഴുവൻ അങ്ങനെയാണ് സ്ത്രീകളുടെ. അതായത് മഡ് ബാത്ത്, നീം ബാത്ത്, സാൻഡ് ബാത്ത്, വാഴയിലയുടെ ഇലയിൽ പൊതിഞ്ഞിട്ടുള്ളത്, പിന്നെ അതേപോലെ തന്നെ സൺ ബാത്ത്, അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ മറ്റൊരു ബിൽഡിങ്ങിൽ നമുക്ക് അത് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല. അവിടെയാണ് നമ്മുടെ ഓയിൽ മസാജുകളൊക്കെ അല്ലേ സുഖമായിട്ടാ. അതായത് പ്രത്യേകമായിട്ടല്ലേ അത് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് അവിടെയാണ് ഓയിൽ ബാത്ത് ഉള്ളത്, അതേപോലെ തന്നെ സ്റ്റീം ബാത്തുകളൊക്കെ ഉള്ളത്. അതൊന്നും എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ മറ്റൊരു കാര്യം കാണാം കേട്ടോ. ഇവിടെ ഈ കുടീരത്തിൽ ഒരു ചേച്ചി ഇരുന്നിട്ട് എന്താ ചെയ്യണമെന്ന് ചോദിക്കാം. സ്നേഹ കുടീരം എന്നാണ് ഈ കുടീരത്തിൻ്റെ പേര്. ഓ സൂപ്പർ. ഇതിൻ്റെ ഉള്ളിൽ നോക്കിയേ വർക്ക്. ഹലോ ചേച്ചി, അവർക്ക് മലയാളം അറിഞ്ഞൂടാ. ഇതെന്താണെന്നറിയാം അവർ ചെയ്യുന്നത്, ഈ മണ്ണ് ഒരു തുണിയിൽ പൊതിഞ്ഞിട്ടുള്ള മണ്ണാണ് കേട്ടോ അത്. ഇത് നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വയറ്റിൽ ആ ഒരു ഒരു ബേണിങ്, ഒരു ആ വിശക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു കൂളിങ് മണ്ണിലൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് മണ്ണ് കണ്ടോ പൊതിഞ്ഞിട്ട് ഒക്കെ ചീസ് തരാക്ക. ഇത് നല്ല നനവോടെ ആയിരിക്കും കേട്ടോ. ഇത് കണ്ടോ, ഇത് നല്ല നനവോടെയാണ് നമ്മളുടെ വയറിൻ്റെ മുകളിൽ വയ്ക്കുക. ഇപ്പോൾ ഇത് കട്ടിയായി. അപ്പോൾ ഒരാൾക്ക് വെച്ച മണ്ണ് പോലും ഇവിടെ യൂസ് ചെയ്യില്ല, പിന്നെ വീണ്ടും മറ്റൊരാൾക്ക് യൂസ് ചെയ്യില്ല. അപ്പോൾ ഇത് നനച്ചിട്ട് നല്ല തണുപ്പായിരിക്കും ഇത് നമ്മുടെ വയറ്റത്ത് വെക്കുമ്പോൾ. ഞങ്ങൾക്കൊക്കെ ആ ഫാസ്റ്റിംഗ് സമയത്ത് 5 ദിവസം വെക്കാൻ തന്നിരുന്നു കേട്ടോ. 20 മിനിറ്റോളം വെച്ചിട്ട് നമ്മൾ റിലാക്സ് ആയിട്ട് കിടക്കണം. ഓക്കെ, പിന്നെ ഈ മണ്ണ് എന്തിനാണ് ഉപയോഗിക്കുക? നമ്മൾ വിചാരിക്കും നമുക്ക് വെച്ചത് മറ്റൊരാൾക്ക് വയ്ക്കുമെന്ന്. ഇല്ല, എന്ന് വെച്ചാൽ ഇത് പിന്നീട് ചെയ്യുന്നത് ചെടികളുടെ ചോട്ടിലിടാൻ വേണ്ടിയിട്ട് വേറെ ആക്കുകയാണ്. കണ്ടോ, ചെടികളുടെ ചോട്ടിലിടാൻ വേണ്ടിയിട്ട്. അതൊക്കെ വീണ്ടും റീയൂസ് ചെയ്യില്ല കേട്ടോ. അവിടെ അത്രയും പെർഫെക്ഷനാണ് ഇവിടെ. പിന്നെ ഇവിടെ നമുക്ക് ഇവിടുത്തെ നീന്തൽക്കുളം ഒന്ന് കാണാം കേട്ടോ. ഞാൻ ആ നീന്തൽക്കുളത്തിലാണ് നീന്താറുള്ളത്. കേട്ടും വരും. അതായത് ഇവിടെ നീന്തൽ അറിയാത്തവർക്ക് നീന്തൽ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അത് ഇവിടെ ഉള്ളിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ സെപ്പറേറ്റ് സമയമാണ് കേട്ടോ ഇവിടെ. ഇത് 2 പേർക്കും ഒന്ന് തന്നെയാണ്, ഇത് മാത്രം ഈ നീന്തൽക്കുളം. പക്ഷേ സമയം രാവിലെ 6 മണി മുതൽ 12 മണി വരെയാണ് സ്ത്രീകൾക്ക്. ഇപ്പോൾ വെള്ളം കമ്മിയാക്കി അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് ഈ കുളത്തിലേക്ക് ഈ പുഴയിലേക്ക് അത് തുറന്നു വിടും കേട്ടോ. കണ്ടോ, ഇവിടെയാണ് സ്ത്രീകൾക്ക് നീന്തൽ പഠിപ്പിക്കുക, പുരുഷന്മാർക്കൊക്കെ. രാവിലെ 6 മണി മുതൽ 12 മണി വരെയാണ് സ്ത്രീകൾക്ക്, 2 മണി മുതൽ 6 മണി വരെയാണ് പുരുഷന്മാർക്ക്. ഓക്കെ, ഇനി പുഴയിൽ ഒരു ഭാഗം കെട്ടി വളച്ചിട്ട് ചെയ്തിട്ടുള്ള നീന്തൽക്കുളമാണത്. അത് നമുക്ക് അടുത്ത് പോയി കാണാം കേട്ടോ. പിന്നെ ഇങ്ങനെ ഇത് കാണുന്നില്ല നിങ്ങൾക്ക്, ഈ വൈറ്റ് കളറ്, അതെന്തറിയോ, ഈ കുളി കഴിഞ്ഞിട്ട് നമ്മളുടെ വെറ്റ് ഡ്രസ്സ് മാറ്റാൻ ആ പുഴയിൽ ഇറങ്ങിയവർക്ക്, ആ പുഴയിലെ നീന്തൽക്കുളത്തിൽ ഇറങ്ങിയവർക്ക് ഡ്രസ്സ് മാറ്റാനുള്ളൊക്കെ സ്ഥലമാണത്. കണ്ടോ, ഇത് ഈ വെള്ളത്തിൽ ഇറങ്ങുമ്പോഴേ ആർക്കും ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ടയറുകളാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് ഇതാണ്
ഇവിടെയാണ് ഞാൻ നീന്താറുള്ളത്. വന്നിട്ട് എന്നും മോർണിംഗ് നീന്തും. കണ്ടോ, ഇവിടെ അവർ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ ശിവൻ്റെ അമ്പലമുണ്ട്. കണ്ടോ, ഇവിടെ രാവിലെ പൂജ ചെയ്യുന്നവർക്ക് വന്നിട്ട് ഇവിടെ പൂജ ചെയ്യാം, നാമം ചൊല്ലാം. കണ്ടോ, ഇതൊക്കെ പടവുകളാണ്. അപ്പോൾ ഈ പുഴയിൽ നിന്ന്, അതായത് പുഴയെ ഈ കമ്പി വെച്ചിട്ട് വേർതിരിച്ചിരിക്കുകയാണ് കേട്ടോ. അത്രയേ ഉള്ളൂ, കുറച്ച് ഭാഗം. ഇത് നന്നായിട്ട് നീന്തൽ അറിയാവുന്നവർക്ക് മാത്രമാണ് ഇതിലിറങ്ങാൻ പറ്റൂ. അല്ലെങ്കിൽ മുങ്ങിപ്പോവും കേട്ടോ, മുങ്ങിച്ചാവും. പക്ഷെ അത്രയും ആഴമുണ്ടത്. അപ്പോൾ ഞാനിതിലാണ് ഇന്ന് രാവിലെ വന്നിട്ട് നീന്താറ്. എന്താ വെച്ചാൽ നമ്മൾ കേരളക്കാരായതുകൊണ്ട് ഇവിടെ ഇത് ആന്ധ്രാപ്രദേശുകാർക്ക് അത്ര അറിഞ്ഞുകൂടാ, എല്ലാവർക്കും അറിഞ്ഞുകൂടാ നീന്തൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീടിൻ്റെ താഴെ കരിമ്പഴപ്പുഴ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് നീന്തൽ അറിയാം. നല്ല ആഴമുണ്ട് കേട്ടോ. ഇതിലാണ് രാവിലെ മോർണിംഗ് വന്നിട്ട് നീന്തുക. എല്ലായിടത്തും ക്ലോക്ക് വെച്ചിട്ടുണ്ട്, സമയം അറിയാം. ഓക്കെ, ശിവഭഗവാന്റെ ഓക്കെ മക്കളെ. അപ്പോൾ നമ്മൾ തുളസി അമ്മേനെ ഇവിടെ പൂജിക്കാം. എന്നുവെച്ചാൽ ഇവിടെ ഉള്ളവർക്ക് നല്ല ഭക്തിയാണ് കേട്ടോ. രാവിലെ വന്നിട്ട് അവർ കുളിച്ചിട്ട് ഇവിടെ ഇതിന് വിളക്ക് വയ്ക്കും. അതേപോലെ ശിവൻ്റെ അവിടെ പൂജകൾ നടത്തും. തുളസി അമ്മയ്ക്ക് പൂജ ചെയ്തിട്ട് ചുറ്റും വലം വയ്ക്കും. അപ്പോൾ അവരുടെ ഭക്തിയെ കണക്കാക്കി അതിനെ പരിപൂർണമായി ആദരിച്ചുകൊണ്ട് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടേക്കും. ഓക്കെ, ഇനി നമുക്ക് കണ്ടോ, പ്രശാന്ത സുന്ദരമായിട്ട് കണ്ടോ വന്നിരുന്ന് ഹാപ്പിയായിട്ട് റിലാക്സ് ആവുന്ന ലേഡീസ്. ഓക്കെ, ഇനി നമുക്ക് സൂര്യപ്രാങ്കണത്തിലേക്ക് പോയാലോ? നടക്കാം, പുഴയോരത്തുകൂടെ കുറച്ചങ്ങ്. എന്നിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, എന്താണ് സെൽസ് റിമൂവിങ് സെൽസ് ക്ലീനിങ് സെൽസ് റിമൂവ് ചെയ്യുക എന്താ അല്ലേ, ഓരോന്നങ്ങനെ ഫ്ലോയിൽ പറഞ്ഞപ്പോൾ തെറ്റായിരുന്നു. ഓക്കെ, യെസ്. അപ്പോൾ സെൽസ് ക്ലീൻ ചെയ്യുന്ന ഡിവൈൻ പ്രോസസ്സ് ഒക്കെ നമുക്ക് പഠിക്കാം കേട്ടോ. കേട്ടിട്ട് പഠിച്ചോളൂ. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പഠിക്കണമെങ്കിൽ ഇവിടെ വന്ന് റിലാക്സ് ആയിട്ടിരുന്ന് പഠിക്കാം. അല്ലേ സു? അങ്ങനെയല്ലേ കാര്യം? ആണോ? കുറച്ചൊക്കെ തമാശ ആവേണ്ടി വെച്ചിട്ട് അങ്ങനെ തമാശിച്ചതാണേ. ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്യും മക്കളെ. പിന്നെ ഇന്ന് എൻ്റെ പിറന്നാളാണ്. അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ് ഇവിടെയുള്ള ഈ ഒരു സ്വർഗസമാനമായിട്ടുള്ള ഈ ഒരു പ്രകൃതിയിൽ ഹാപ്പി ആയിട്ടിരിക്കണു. മെഡിറ്റേഷൻ നന്നായിട്ട് പോണു. പിന്നെ ഞങ്ങളുടെ ഈ ഒരു ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ഡിവൈൻ എക്സ്പീരിയൻസിലൂടെ ഞങ്ങൾ അനുഭവിച്ച അനുഭൂതികൾ ചില്ലറയല്ല. മെഡിറ്റേഷനിൽ അപാരമായിട്ടുള്ള അവെയർനെസ്സോട് കൂടിയിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ ഇവിടെ കണ്ണ് തുറന്നാലും കണ്ണടച്ചാലും യോഗസ്ഥിതിയാണ് കേട്ടോ. എന്താ വെച്ചാൽ യാതൊരുവിധ ശബ്ദങ്ങളില്ല, സൗണ്ട് പൊല്യൂഷനില്ല, മറ്റ് വായുമാലിന്യങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കണ്ണ് തുറന്ന് തന്നെ യോഗത്തെ സ്ഥിതിയിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ സൂര്യപ്രാങ്കണത്തിലേക്ക് പ്രവേശിച്ചു കേട്ടോ. യോഗ മാറ്റ്സാണത്. നമുക്കിവിടെ ചെരുപ്പ് ഊരിടാം. ഓക്കെ, ഇവിടെ ഇത് വേപ്പുമരമാണ്. അതിൻ്റെ മുകളിൽ കുറേ ഊഞ്ഞാൽ ചെയർസ് കെട്ടിയിട്ടിട്ടുണ്ട്. പുരുഷന്മാർ ഹാപ്പിയായിട്ട് ചില്ലാവണു പുഴയോരത്ത്. ചുറ്റും വലിയ പൂച്ചെടികളുടെ മരങ്ങളാണ്. അതൊക്കെ ഈ അലറിപ്പൂക്കളില്ലേ, അതിൻ്റെ നമ്മൾ പറയില്ല അലറിപ്പൂക്കൾ, അതിൻ്റെ വലിയ വലിയ പൂക്കൾ, വലിയ സൈസ് പൂക്കളാണ് അതൊക്കെ. ഓക്കെ, ഇത് സ്റ്റേജാണ്. ഇവിടെയാണ് ഇൻ്റർനാഷണൽ യോഗ ഡേയുടെ അന്ന് ഇവിടെ മന്ദന സത്യനാരായണ സാർ, അദ്ദേഹം അത്രയും വലിയ യോഗ മാസ്റ്ററാണ്, ഗ്രേറ്റായിട്ടുള്ള സാധകനാണ് അദ്ദേഹം. ഇത് സ്റ്റേജാണ്. സ്റ്റേജിൻ്റെ അടിയിലും ഒരുപാട് റിലാക്സ് ആവാനുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. ഓക്കെ, അത് അതിലെ വന്ന് കാണിച്ചു തരേണ്ടി വരും. ഓക്കെ,
നമുക്ക് അവിടെ പോയിരുന്നിട്ട് ചില കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ചിട്ട് പറയാൻ പറ്റുമോ നോക്കട്ടെ. അവിടെ ജെൻസ് ഉണ്ട്, നമുക്ക് അവരോടൊന്ന് പറഞ്ഞു നോക്കാം. ഇവരിവിടെ വർക്ക് ചെയ്യുന്നവരാണ് കേട്ടോ. അവരും അതേ വർക്ക് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് റിലാക്സ് ആവുകയാണ്. അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. അപ്പോൾ അവരവിടെ റെസ്റ്റ് എടുത്തോട്ടെ ഹാപ്പി ആയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ വല്ലയിടത്തും പോയിട്ട് നമുക്ക് ചെയ്യാം. കണ്ടോ, നമ്മുടെ അലറിപ്പൂവ് പറയുമ്പോൾ ഇത്രയൊന്നും വലുതല്ലല്ലോ മക്കളെ. ഇതെന്തൊരു വലുതാണെന്നറിയോ? ഇത് വെള്ളയാണ്, ഇനി റെഡ് ഉണ്ട്. ഇതിന് ചുറ്റും ഇതാണ് കേട്ടോ, അത് റെഡ്. ഓക്കെ, ഇത് വെള്ള റെഡ് അങ്ങനെ മാറി മാറിയിട്ടാണ് വെച്ചേക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് റിലാക്സ് ആവാനുള്ള, ഈ ചെടികളുടെ അടിയിലൊക്കെ റിലാക്സ് ആവാനുള്ള ബെഞ്ചുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ചുറ്റും ഇത്രയും വലിയ പ്രാങ്കണം മൊത്തം ഉണ്ട്. കാണുന്നുണ്ടോ നിങ്ങൾക്ക് ബെഞ്ചുകൾ? ഓക്കെ, ഇത്ര വലിയ പ്രാങ്കണം നോക്കി. അപ്പോൾ നമുക്ക് ഇനി കാര്യത്തിലേക്ക് കിടക്കാം കേട്ടോ. സുഭാഷി, എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡും അറ്റ്മോസ്ഫിയറും ലൈഫും ഒക്കെ? ഫുഡെന്ന് പറഞ്ഞാൽ ഉപ്പും എണ്ണ ഇല്ലാത്തതാണ് പ്രധാനം ഇവിടുത്തെ ചിട്ട പ്രധാനമായിട്ട്. അതൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ആദ്യം 2 ദിവസം കുറച്ച് ബുദ്ധിമുട്ടായാലും പിന്നെ അങ്ങനെ കണ്ടിന്യൂ ആയി, ശീലായി. പിന്നെ ഫാസ്റ്റിംഗ് അനുഭവം എങ്ങനെയുണ്ട്? 2 ദിവസം ആദ്യം ഡയറ്റിംഗ് ആയിരുന്നു. ഡയറ്റിംഗ് രാവിലെ റാഗി ജാവിയും പിന്നെ അല്ല, ഡയറ്റിങ് അതായത് നമുക്ക് ഫാസ്റ്റിങ്ങിന് മുമ്പുള്ള ഡയറ്റിംഗ് ആണ്. 2 ദിവസം നമുക്കതൊക്കെ ശീലിപ്പിച്ചു. എന്താണ് ഇവിടുത്തെ ഡയറ്റ് എന്നുള്ളത്? റാഗി ജാവ, അതേപോലെ മില്ലറ്റ് ജാവ, പിന്നെ ഫ്രൂട്ട്സ്, കറീസ്. ആദ്യം തന്നെ ഇത് ഞങ്ങളെ ഒന്ന് ശീലിപ്പിച്ചു അല്ലേ. അതിനുശേഷമാണ് നമ്മളെ ഫ്രൂട്ട്സ്. അത് കഴിഞ്ഞാൽ പിന്നെ രാത്രി ഒന്നും കഴിക്കാൻ പാടില്ല എന്നാണ് ഇവിടുത്തെ. അതെ, ആദ്യം ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ 2 ദിവസം ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഫുഡ് ശീലിപ്പിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഫാസ്റ്റിംഗ് തുടങ്ങിയത്. യെസ്, ഫാസ്റ്റിംഗ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫാസ്റ്റിംഗ് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു വറ്റ് പോലും വയറ്റിലേക്ക് പോവാതെ ഒരു വെള്ളം എന്ന് പറഞ്ഞാൽ വെറും വെള്ളം മാത്രം കുടിച്ച്. എനിക്ക് ജ്യൂസ് ഫാസ്റ്റിംഗ് ആയിരുന്നു. വെറും ജ്യൂസ് ആയിരുന്നു, 5 നേരം ജ്യൂസ്, 5 പ്രാവശ്യം, 5 ദിവസവും. അതെ, 5 ദിവസം അങ്ങനെ തന്നെയായിരുന്നു. 8 മണിക്കും 11 മണിക്കും 1 മണിക്കും 3 മണിക്കും പിന്നെ 6 മണിക്കും അങ്ങനെ ഡിഫറെന്റ് മാറ്റിയിട്ട് ഓരോ വലിയ ഗ്ലാസ്സിൽ ജ്യൂസ് വന്നായിരുന്നു. യെസ്, എക്സ്പീരിയൻസ് 5 ഗ്ലാസ് ജ്യൂസ് ആയിരുന്നു. ക്ഷീണമൊന്നും തോന്നിയില്ല, വളരെ കൂളായിട്ട് തന്നെ. അപ്പോൾ നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കും, അതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കും അല്ലേ, ഇഷ്ടമുള്ളതൊക്കെ. അപ്പോൾ അതൊന്നും എല്ലാം കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തപ്പോൾ അതിനെ എങ്ങനെ മനസ്സൊക്കെ പണിയെടുത്തു അവിടെ? ഒരു വ്യത്യാസം തോന്നിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം. വെരി ഗുഡ്. പിന്നെ മറ്റുള്ളവർക്കും എല്ലാവർക്കും, കൂടുതൽ ആൾക്കാർക്കും നാരങ്ങ 250 ml തേനും ഒരു ദിവസത്തേക്ക് അവർക്ക് ഡ്രിങ്ക് ആയിട്ട് കൊടുക്കുന്നത്. 250 ml ഒരു നാരങ്ങയല്ല 5 നാരങ്ങ ഒരു ദിവസത്തിന്. യെസ്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ പറയാം അല്ലേ. ഓക്കെ, അപ്പോൾ ഞാനും സുഭാഷിയും മൂത്ത മോനും കൂടിയിട്ട് ഇവിടെ വന്നിട്ട് 2 ആഴ്ച ആവണു. ഓക്കെ, അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ ഇത്രയും നല്ല ഒരു പ്രകൃതിയെക്കുറിച്ച്, ഈ ഒരു പ്രകൃതി ആശ്രമത്തെക്കുറിച്ച്, ആരോഗ്യാലയത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അറിയാം. പക്ഷേ ഇവിടെ വരണമെന്നൊന്നും തോന്നിയിട്ടില്ല. ഞങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടല്ലോ, വെജിറ്റേറിയൻ ഫുഡാണ് കഴിക്കുന്നത്, അതൊക്കെ അങ്ങനെ ഒരു ആലോചനയായിരുന്നു. പക്ഷേ ഈ സെൽസ് ക്ലീനിങ് എന്ന് പറയുന്നത് നമ്മൾ ശരിയായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള സാത്വിക ആഹാരത്തെക്കുറിച്ചിട്ട് പത്രിജി എപ്പോഴും പറയുമായിരുന്നെങ്കിലും അത് സ്വാനുഭവത്തിൽ വരുന്നത് ഇപ്പോഴാണ്. സോ അതിന് ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്ത ദിവ്യാത്മസ്വരൂപരെ അവിടെ ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ പറയാം, ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആദ്യം 2 ദിവസം എന്താണ് ഇവിടുത്തെ പരിസ്ഥിതി എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇതൊന്ന് ശീലിപ്പിച്ചു. അതിനുശേഷം അവർ പറയും നാളെ മുതൽ വാട്ടർ ഫാസ്റ്റിംഗ് ആണ്. അപ്പോൾ വാട്ടർ എന്ന് പറയുന്നത് നല്ലോണം വെള്ളം കുടിക്കണം. എണീക്കുമ്പോൾ തന്നെ 5:30 മുതൽ വെള്ളം കുടിക്കണം. നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. എന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളിലുള്ള ആ വേസ്റ്റേജ് യൂറിനിലൂടെ പോകാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളിപ്പോൾ പച്ചക്കറിയാണ് കഴിക്കുന്നതെങ്കിലും അതിൽ വിഷം അടിച്ചിട്ടുണ്ടാവാം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ വിഷാംശങ്ങളും മൂത്രത്തിലൂടെ കളയാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ വെള്ളം കുടിക്കാൻ പറയും. മിനിമം ഒരു 3-4-5 ലിറ്റേഴ്സ് വെള്ളം രാത്രിയുടെ ഉള്ളിൽ കുടിച്ചിരിക്കണം കേട്ടോ.
അപ്പോൾ നമ്മൾ ആ ഒരു പെട്ടെന്ന് ഇത്രയും കാലം നമ്മൾ 3 നേരം ഭക്ഷണം കഴിച്ചു, ചിലപ്പോൾ 4, 5 നേരം ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. ഞാനൊക്കെ അങ്ങനെയാണ്, ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും, എന്ത് കണ്ടാലും കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഓർഗൻസിന് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൽ നിന്നും പെട്ടെന്ന് ഫുഡേ തരാത്തൊരു സിസ്റ്റത്തിലേക്ക് എന്നെ കൊണ്ടുവന്നപ്പോൾ അപ്പോൾ നമ്മൾക്ക് ആർക്കായാലും ഒരു പേടി ഉണ്ടാവില്ല, ഒരു ക്ഷീണം പോലെ തോന്നോ എന്നുള്ളതൊക്കെ. അതിനാണ് ഇവർ തേന് തരുന്നത്. അപ്പോൾ ആ തേന് പലരും ചോദിക്കും, അപ്പോൾ തേന് പാപം നിറഞ്ഞ ഫുഡല്ലേന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് ഡോക്ടർ സാറ് തന്നെ നമ്മളോട് പറയുന്നുണ്ട്, തേൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത് ആ പൂമ്പൊടി, അതായത് അത് ആ പൂമ്പൊടിയാണ് തിന്നുന്നത്, തേനീച്ച പൂമ്പൊടിയാണ് തിന്നുന്നത്. അത് തിന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഈ തേൻ എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത്, തേനാവുന്നത് ഉള്ളിലാണ്. അപ്പോൾ എന്നിട്ട് അതിന് 2 വയറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്താണ് അത് ശേഖരിച്ച് വെക്കുന്നത്. അപ്പോൾ അത് വീണ്ടും അത് ആ ഒരു മൈക്ക പോലത്തെ സാധനത്തിൽ കൊണ്ടുവന്ന് അത് നിറച്ചിട്ട് അത് എങ്ങനെയാണ് ക്ലോസ് ചെയ്യണത് ഒക്കെ നമുക്ക് കാണിച്ചു തന്നു. അപ്പോൾ അതിൻ്റെ ഫുഡല്ല, അത് ഛർദ്ദിക്കുന്നതാണ്, ഛർദ്ദിച്ചിട്ടാണ് തേന് ശേഖരിച്ച് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ അല്ലാതെ അത് തേനിങ്ങനെ കൊണ്ടുവന്നിട്ട് അത് ശേഖരിക്കുക എന്നല്ല, പൂമ്പൊടി തിന്നിട്ട് അതിൻ്റെ ഉള്ളിൽ തേൻ പ്രോസസ്സാവുന്നതാണ് കേട്ടോ, തേനായി മാറുന്നു. അപ്പോൾ അതിന് ശേഷം അത് ഛർദ്ദിച്ച് അത് വായിൽ നിന്ന് തന്നെ കക്കി കൊണ്ടുവന്ന് എടുത്തു വെച്ചതാണ്. നമ്മൾ അതിൻ്റെ ഭക്ഷണത്തിന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പ്രോസസ്സ് പലരുടെയും ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം. അപ്പോൾ നമ്മൾ ഈ ഒരു വലിയ വലിയ തേനീച്ചക്കൂടുകൾ കാണാം, അതിനെ കത്തിച്ചിട്ടും അതിനെ പുകച്ചിട്ടുമൊക്കെ അത് അരിഞ്ഞെടുത്ത് എല്ലാം കൂടി പിഴിഞ്ഞ് ഉണ്ടാക്കുന്ന തേൻ എന്നുള്ളത്, അതിൽ ആ ക്രൂരത എന്നുള്ളത് എങ്ങനെയാണ് പ്രവേശിക്കുന്നത്. ഇതങ്ങനെയല്ല, ഒരുപാട് തോട്ടങ്ങളിൽ കൊണ്ടുപോയിട്ട് ഇവർ ഇങ്ങനെ ലെയർ ആയിട്ടുള്ള ആ ഒരു സാധനത്തിൽ ഇവർ ഈ തേനീച്ചകളെ വളർത്തുകയാണ്. അപ്പോൾ അവരെ ഊതിയിട്ട് ആ തോട്ടത്തിലേക്ക് തന്നെയാണ് വിടുന്നത്, ആ തോട്ടത്തിൽ തന്നെയാണ് ഇത് കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ അതിനായിട്ട് അവർ ഒരുപാട് തേനുകളുള്ള പൂക്കളിൽ നിന്ന് ഒരുപാട് ദൂരം അത് പോയിട്ട് സഞ്ചരിച്ച് അത് കൊണ്ടുവന്ന് ശേഖരിച്ചത് നമ്മളത് കട്ടെടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ജീവിതം തന്നെ നശിപ്പിച്ച് അതിൻ്റെ ആവാസ സ്ഥലം തന്നെ നശിപ്പിച്ചെടുക്കുന്നതല്ല എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാണ്. അപ്പോൾ അത് തന്നെ അത് വയലുകളിലേക്ക്, അത് പല വയലുകളിൽ ആ പൂക്കളിലേക്ക് അത് വിടുന്ന പ്രോസസ്സൊക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ അത് ഈസി ആയിട്ട് ആ പൂമ്പൊടി തിന്നിട്ട് വീണ്ടും ഇതിൽ വന്നിരിക്കുക. പിന്നെ അതിൻ്റെ കൂടുകൾ നശിപ്പിക്കപ്പെടുന്നില്ല, അതിന് വേണ്ട ഫുഡുകൾ നമ്മൾ പരിപൂർണമായിട്ടും വലിച്ചെടുക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ടത് അവിടെ വെച്ചിട്ട് അതിൻ്റെ ആവാസസ്ഥലം നശിപ്പിക്കാതെ ബാക്കിയുള്ളതാണ് നമ്മൾ തേനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ആൾക്കാർക്ക് പലർക്കും ഈ ഒരു ഡൗട്ട്, എല്ലായിടത്തും ഇങ്ങനെ കിട്ടുന്നുണ്ടോ, എല്ലാ തേനുകളും ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത് വെച്ചാൽ അത് അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്യൂരിറ്റി എന്നുള്ളത് നമുക്കത് കാണാം. അപ്പോൾ ഈ തേൻ കുടിക്കുമ്പോൾ നമുക്ക് ആ ഒരു എനർജി നഷ്ടമായിട്ട് തോന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു 5 ദിവസം വാട്ടർ ഫാസ്റ്റിങ്ങിലും ഈ തേന് നാരങ്ങ വെള്ളത്തിൽ കുടിക്കുക, അത് 5 തവണ. അത് നമുക്ക് എല്ലാവർക്കും ഡോക്ടറുടെ ആ ഒരു കൺസൾട്ടേഷൻ എന്നുള്ളത് കമ്പൽസറിയാണ് ഇവിടെ. അത്രയും സ്നേഹമാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും. അപ്പോൾ എന്തിനാണ് ഇവിടെ ഡോക്ടർ എന്ന് ചോദിക്കുമ്പോൾ, നമ്മൾ ഈ ഫാസ്റ്റിങ്ങൊക്കെ നമ്മൾ കേരളത്തിൽ ഞാൻ ഫാസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്, ഉപ്പുമാവ് തിന്നിട്ട് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് തിന്നിട്ടൊക്കെയാണ് ഈ ഒക്കെ ഫാസ്റ്റിംഗ് ചെയ്തിട്ടുള്ളത്. അരി ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നുള്ള ഒരു റോങ് കോൺസെപ്റ്റാണ്. പക്ഷേ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണവും കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ മാത്രമേ നമ്മളുടെ ഈ 125 ട്രില്യൺ സെൽസും ക്ലീൻ ആവുള്ളൂ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പോൾ ആ ഒരു കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യുന്ന ലൈഫിൽ എനിക്ക് 47 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു വയസ്സിൽ ആദ്യമായിട്ടാണ് ഒരു ഫുഡും കഴിക്കാതെ 5 ദിവസം കംപ്ലീറ്റ് വാട്ടർ ഫാസ്റ്റിങ്ങിലുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് വിശപ്പുണ്ടായിരുന്നില്ല എന്നുള്ളതിന് കാരണം ഈ തേൻ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്, തേൻ അതിൽ കലർത്തുന്നതുകൊണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വല്ല ട്രീറ്റ്മെൻറ്റ് സുഖചികിത്സകളാണ്, നമുക്കെല്ലാം ഈ ഒരു എമൗണ്ടിൽ തന്നെ അവൈലബിൾ ആണ്. അതൊക്കെ ഇനി എക്സ്ട്രാ വല്ലതും ഉണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മളുടെ ആ ഒരു ഫസ്റ്റ് കെട്ടിയ എമൗണ്ടിൽ നിന്ന് നമുക്കത് കട്ടാവുക ചെയ്യും. എക്സ്ട്രാ നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ ചെയ്യാം, അല്ലാതെ പുറത്തുനിന്ന് വന്നിട്ട് ഇതെനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇവിടേക്ക് എൻ്റർ ആയി കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാൻ ആ ഒരു ടൈം നമ്മൾ എപ്പോഴാണ് 15 ദിവസത്തിനാണോ വന്ന് അത് കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് പുറത്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ട്രാൻസ്ഫർമേഷൻ എന്നുള്ളത് വരും. എന്താ വെച്ചാൽ ഈ ഫുഡിൻ്റെ ചേഞ്ച് നമ്മളിൽ സംഭവിക്കുമ്പോൾ തന്നെ. അപ്പോൾ ഈ ഒരു ഫാസ്റ്റിംഗ് സമയത്ത് എനിക്ക് വിശന്നില്ലെങ്കിലും എനിക്ക് അന്നത്തോടുള്ള ഒരു എൻ്റെ അന്നമയ കോശം അന്നവുമായിട്ട് എത്ര എന്താ പറയുക, എങ്ങനത്തെ ഒരു ബന്ധമാണ് സ്ഥാപിച്ചു വെച്ചില്ല. അന്നം ഇല്ലെങ്കിലുള്ള ആ ജീവിതത്തെക്കുറിച്ച് ഓർക്കാൻ പോലും പറ്റാത്ത ആ ഒരു അവസ്ഥ, അത് എനിക്ക് ലാസ്റ്റ് ഒരു 4th ഡേ ഒക്കെ ആയപ്പോൾ എന്നെ വല്ലാതെ അന്നത്തോടുള്ള ഒരു ആർത്തി, ശരിയായിട്ടുള്ള ആ ഒരു ആർത്തി പുറത്തേക്ക് വന്നു. പക്ഷെ കിട്ടാൻ ഒരു നിവൃത്തിയില്ല. അപ്പോൾ നമ്മളെന്ത് ആക്സെപ്റ്റ് ചെയ്യുക. അതായത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ മാത്രമാണ് നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. വീട്ടിലായി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കാൻ നമ്മുടെ കൺമുമ്പിൽ കാണും. പക്ഷേ ഇവിടെ അതൊന്നും കിട്ടില്ല.
ഇവിടെ അങ്ങനെ അതൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ടോ ചോദിച്ചാൽ ഒന്നുമില്ല. എല്ലാം വെരി സ്ട്രിക്റ്റ് ആണ് കേട്ടോ. എല്ലായിടത്തും ഞാൻ പറഞ്ഞില്ല, നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോലും നമ്മുടെ ലഗേജ് അടക്കം ചെക്കാവും. എന്താ വെച്ചാൽ അതിൽ എന്തെങ്കിലും ഉപ്പ് ഐറ്റംസോ എണ്ണ ഐറ്റംസോ അല്ലെങ്കിൽ ഇങ്ങനെ ഫുഡ് ഐറ്റംസോ ഒളിപ്പിച്ച് വെച്ച് കൊണ്ടുവരുന്നുണ്ടോയെന്ന്. ഇവിടെ അത്രയധികം നമ്മളെ കെയർ ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമുക്ക് വരാതിരിക്കാൻ ഫാസ്റ്റിംഗ് ചെയ്യാത്തവർ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും BP ഷുഗറൊക്കെ ഡൗൺ ആവുന്നുണ്ടോ, അതിൻ്റെ ബ്ലഡ് ടെസ്റ്റുകൾ, അതേപോലെ എന്നും നമുക്ക് പൾസ് ചെക്കിംഗ് ഉണ്ട്, BP ചെക്കിംഗ് ഉണ്ട്. ഇതിനൊക്കെ ആയിട്ട് ഡോക്ടേഴ്സ് അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നോർമൽ അല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നാലും 24 hours ഇവിടെ ഡോക്ടേഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പേടിയില്ല കേട്ടോ. അതാണല്ലോ, അതവിടെ മെഡിസിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇവിടുത്തെ മെഡിസിൻ എന്ന് പറയുന്നത് ഫുഡാണ്. അതായത് മെഡിസിനെ പോലെ ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ ഫുഡിനെ പോലെ മെഡിസിൻ കഴിക്കേണ്ടി വരുമെന്നുള്ളത് തന്നെയാണ് ഇത് നമുക്ക് തിരിച്ചറിവുണ്ടാവും ഇവിടെ. ഫുഡ് എന്ന് പറയുന്നത് ശുദ്ധ സാത്വികാഹാരം എന്ന് പറഞ്ഞാൽ അമൃതാഹാരമാണ്. അത്രയും ദിവ്യമായിട്ടുള്ള പൾസസ്, നമുക്കറിയാം ഹൈ ലെവൽ ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ. ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മെഡിസിൻ ട്രീറ്റ്മെൻ്റ് അല്ല മക്കളെ. നമ്മളുടെ മുകളിലുള്ള കെയർ, നമ്മളുടെ ഈ ശരീരത്തിലെ ഓരോ സൂക്ഷ്മകണത്തെയും എങ്ങനെയാണ് ആദരിക്കേണ്ടത്. ഈ ദേഹം എന്നുള്ളത് ദേവാലയമാണ്. ഈ ദേഹം ഇല്ലെങ്കിൽ ഈ ആത്മാവിന് ഇതിൽ നിന്നിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതായത് ആരോഗ്യമാണ് മഹാസൗഭാഗ്യം എന്നുള്ളത് നമുക്ക് ഇവിടെ വരുമ്പോഴാണ് മനസ്സിലാവും. ഒരുപാട് പേര് ഇവിടെ പല രോഗങ്ങളാൽ, അതേപോലെ ശരീരത്തിൻ്റെ വലിയ ഭാരം, ഒബേസിറ്റി കാരണമൊക്കെ അത് ഇല്ലാതാക്കാൻ വന്നിട്ടുണ്ട്, കുറയ്ക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനാദ്യം തന്നെ ഇവർ ചെയ്യുന്നത് ഫാസ്റ്റിംഗ് ആണ്. അപ്പോൾ അതിന് ശേഷം പിന്നെ ഈ ഒരു വാട്ടർ ഫാസ്റ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ ജ്യൂസ് ഫാസ്റ്റിങ്ങിലേക്ക് കൊണ്ട്, അത് 1 or 2 days, അത് ഒരു ദിവസത്തിൽ തന്നെ നമുക്ക് നിർത്തും കേട്ടോ. ചിലവർക്കൊക്കെ കൂടുതൽ ഒരുപാട് രോഗാവസ്ഥയിലുള്ളവർക്ക് മാത്രമാണ് 21 days 40 days ഒക്കെ ഫാസ്റ്റിംഗ് കണ്ടിന്യൂ ആവുള്ളൂ. ഈ വാട്ടർ ഫാസ്റ്റിംഗ്, അതേപോലെ തന്നെ ജ്യൂസ് ഫാസ്റ്റിംഗ്, അത് കഴിഞ്ഞതിന് ശേഷം ഫ്രൂട്ട് ഫാസ്റ്റിംഗ്. അതിന് ശേഷമാണ് അവർ മില്ലറ്റ് ജാവ രാവിലെ, പിന്നെ ഉച്ചയ്ക്ക് എന്ന് പറയുന്നത് 200 grams ചോറ്, അല്ലാത്ത പക്ഷം 2 പുഴുക്ക, ബാക്കി കറീസ് തരുള്ളൂ. പിന്നെ ഈവനിങ് എന്നുള്ളത് 6 മണിയുടെ മുമ്പായിട്ട് 6 മണിക്കുള്ളിൽ ഫുഡ് കഴിച്ചിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഇവിടെ നടക്കുന്ന ജീവിത വിധാനത്തിന്. 6 മണിക്ക് ശേഷം അരുത് എന്നുള്ളത്. 6 മണിക്ക് ശേഷം ഫുഡ് കഴിക്കരുത്, 6 മണിക്ക് ഉള്ളിൽ തന്നെ കഴിച്ചിരിക്കണം. എന്ത് തന്നെ വന്നാലും കഴിക്കരുത് എന്നുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് രാത്രി ഫ്രൂട്ട്സ് ആണ് കേട്ടോ, ഓൺലി ഫ്രൂട്ട്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയും ഈസി ആയിട്ട് ഡൈജഷൻ ആവും. അതായത് ഒരു 4 hours ഉള്ളിൽ തന്നെ ഇതെല്ലാം ഡൈജഷൻ ആവും. 10 മണിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ഡൈജഷൻ ആവും. ബാക്കിയുള്ള സമയമുണ്ടല്ലോ, രാവിലെ പിന്നെ 8 മണിക്കാണ് നമുക്ക് നമ്മുടെ ഡയറ്റ് സ്റ്റാർട്ട് ആവുന്നത്. അതുവരെ എന്താ സംഭവിക്കാമെന്നറിയോ? അതുവരെ ഉള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഹീലിംഗ് പ്രോസസ്സാണ്. ക്ലീനിങ് ആൻഡ് റിപ്പയർ എന്നാണ് പറയുക ഇവിടെ. അതായത് ഇവിടുത്തെ ഭാഷ നമ്മുടെ ഹീലിങ്ങിന് റിപ്പയർ എന്നാണ് പറയുന്നത്. നമ്മുടെ ഓർഗൻസിന് കംപ്ലീറ്റ് റെസ്റ്റ് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഹീലിംഗ് സംഭവിക്കുള്ളൂ എന്ന്. നമ്മുടെ ഓരോ ഓർഗൻസും ഒരുപാട്, നമ്മൾ രാത്രി മുഴുവൻ തിന്നുന്നവരുണ്ട്, പകൽ മുഴുവൻ ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. ഈ പ്രകൃതി സഹജമായിട്ട് ജീവിക്കുന്ന എല്ലാ ജീവികളും, പക്ഷിമൃഗാദികളൊക്കെ പകൽ ഭക്ഷണം കഴിക്കുന്നവ രാത്രി മൊത്തം കിടന്നുറങ്ങും, രാത്രി ഭക്ഷണം കഴിക്കുന്നവ പകൽ മൊത്തം കിടന്നുറങ്ങും, ഇല്ലേ? അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു രോഗവും ഇല്ല. ഈ മനുഷ്യന് മാത്രമാണ്, അല്ലെങ്കിൽ മനുഷ്യൻ വളർത്തുന്ന പക്ഷിമൃഗാദികൾക്ക് മാത്രമാണ് രോഗങ്ങളുള്ളൂ. അവർക്കേ ഹോസ്പിറ്റൽസ് ഉള്ളൂ. എന്തുകൊണ്ടാണ്? അസഹജമായിട്ട് ജീവിക്കുക, അസഹജമായിട്ട് തിന്നുക, സർവത്ര വർജിയത്. അതായത് നമ്മൾ എപ്പോൾ കഴിക്കണം, എന്ത് കഴിക്കണം, എത്ര കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നുള്ള ആ ഡിവൈൻ ശാസ്ത്രം നമുക്ക് ആരും പഠിപ്പിച്ചു തന്നിട്ടില്ല. അറിഞ്ഞാലും ഈ ഫുഡിന് നമ്മൾ അടിമപ്പെട്ടത് കൊണ്ട് തന്നെ അതിനെ അംഗീകരിച്ചിട്ട് അതിനെ കണ്ടിന്യൂ ചെയ്യാൻ നമ്മൾ ആരും തയ്യാറുമല്ല. അപ്പോൾ അതാണ് ഇവിടെ ആ ഒരു പ്രോസസ്സിലേക്ക് വരാം. അപ്പോൾ ഈ രാത്രി 4 മണിക്കൂറിൻ്റെ ഉള്ളിൽ, 10 മണിൻ്റെ ഉള്ളിൽ തന്നെ ഇത് കംപ്ലീറ്റ് ഡൈജഷൻ ആകുമ്പോൾ പിന്നെ ഈ ഒരു വ്യവസ്ഥ, നമ്മുടെ ഡൈജഷൻ വ്യവസ്ഥ, പിന്നെ അത് ക്ലീൻ ചെയ്യുന്ന, അതായത് മലമായും മൂത്രമായും മാറ്റുന്ന ആ ഒരു ഡിവൈൻ പ്രോസസ്സ്, ക്ലീനിങ് എന്നുള്ളത് സംഭവിച്ചുകൊണ്ടിരിക്കുക. ആ ക്ലീനിങ്ങിന് വേണ്ട കംപ്ലീറ്റ് പ്രോസസ്സാണ് നടക്കുന്നത്. സോ അങ്ങനെ ഫെൻറ്റാസ്റ്റിക്കായിട്ട് അതൊരു ഒരു വ്യവസ്ഥയോട് കൂടിയിട്ട് ഇതൊക്കെ നടക്കുമ്പോൾ മാത്രമാണ് ആരോഗ്യം കിട്ടും. നമ്മളുടെ ഉള്ളിലുള്ള ഓർഗൻസിനെ കുറിച്ച് നമ്മളാരും ചിന്തിക്കുന്നേ ഇല്ല. ഈ ഓർഗൻസിന് നിത്യം പണി കൊടുത്തുകൊണ്ടേയിരിക്കും. അത് പണി മുടക്കുന്നത് എപ്പോഴാണ്? അത് പണി മുടക്കിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ള ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. ഈ ശരീരത്തിന് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടും സിഗരറ്റും ബീഡിയും ഉപയോഗിച്ചിട്ടും അതേപോലെ മുറുക്കാനുള്ളതുപോലെ ഉപയോഗിച്ചിട്ടും മദ്യപാനം ചെയ്തിട്ടും അനാവശ്യമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ ഈ ശരീരത്തെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് ഒരു തിരിച്ചറിവ് വരിക. എന്താണ് ഫുഡ്, എങ്ങനെയാണ് ഫുഡ് കഴിക്കേണ്ടത്, എത്രയാണ് കഴിക്കേണ്ടത്, അതിൽ നിന്നും എങ്ങനെയാണ് ഊർജ്ജം ലഭിക്കുന്നത് എന്ന്. നമ്മൾ എല്ലാവരും വിചാരിക്കും ഫുഡ് വാരി തിന്നു കഴിഞ്ഞാൽ നമുക്ക് ഊർജ്ജം ലഭിക്കുന്നില്ല. ഒരുപാട് തിന്നു കഴിഞ്ഞാൽ മത്താണ് സംഭവിക്കുന്നത്. ഒരുപാട് തിന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു
ഡിവൈനായിട്ടുള്ള പ്രോസസ്സിന് സമയം കൊടുക്കുന്നില്ല. 24 hours തിന്നുന്നവരുണ്ട്. രാത്രി മുഴുവൻ തുറന്നിരിക്കുന്ന ഭക്ഷണശാലകളുണ്ട്. രാക്ഷസ സമയങ്ങളിൽ ഭക്ഷണം കഴിക്കരുത് എന്നുള്ളത് നിയമമാണ്, ഈ പ്രകൃതി നിയമമാണ്. എന്താ വെച്ചാൽ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ഈ ശരീരത്തിന് എപ്പോൾ റെസ്റ്റ് കൊടുക്കണം. പകൽ പണിയെടുക്കുകയാണ്, പകൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ രാത്രി മുഴുവൻ നമ്മൾ അതിന് റെസ്റ്റ് കൊടുക്കണം, കിടന്നുറങ്ങുക എന്നുള്ളത്. പണ്ട് കാലങ്ങളിൽ നമ്മുടെ പൂർവികർ രാത്രി 6 മണിക്ക് ഉള്ളിൽ ഭക്ഷണം കഴിച്ചിരുന്നു. ചൂടായിട്ട് അവർ ഭക്ഷണം ആ ഒരു എന്താ പറയുക, പുറത്ത് തന്നെ അടുപ്പ് കൂട്ടിയിട്ട് അല്ലെങ്കിൽ വീട്ടിലെ വിറകടുപ്പുകളിൽ ഉണ്ടാക്കിയിട്ട് അവരത് ഭക്ഷണം കഴിച്ച് 7 മണിക്ക് വിളക്ക് ഊതി കിടന്നുറങ്ങിയിരുന്നു. പക്ഷേ ഇന്ന് വീടുകളിൽ ലൈറ്റ് ഓഫ് ആവുന്നില്ല. ഇനി ലൈറ്റ് ഓഫ് ചെയ്താലും കണ്ണുകൾ ഈ ഒരു സെൽഫോണിൻ്റെ ലൈറ്റിലാണ് ഈ കണ്ണുകൾ. അപ്പോൾ ഈ കംപ്ലീറ്റ് മെലാനി എന്താ പറയുക, അതിനെന്തോ അത് എനിക്ക് അത്രയും കൂടെ പറയാൻ അറിഞ്ഞൂടാ, അതൊന്നും പ്രൊഡ്യൂസ് ആവുന്നേയില്ല നമുക്ക് വേണ്ട അത്രയും. ഓക്കെ, അപ്പോൾ എനിക്ക് അതിസഹജമായിട്ട് നമ്മൾ ഇവിടെ അറിഞ്ഞ കാര്യങ്ങൾ, നമ്മളിവിടെ കേട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ അതിസരളമായിട്ട് പറയുകയാണ്. അപ്പോൾ മെലട്ടോണിനോ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പ്രൊഡ്യൂസ് ആവാനുള്ള ഇത് നമ്മൾ ഉറക്കം എന്നുള്ളത് നമുക്ക് വരണമെങ്കിൽ നമ്മൾ അതിനുള്ള ഒരു പരിസ്ഥിതി ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ നമ്മളുടെ ശരീരത്തെ, ആ വ്യവസ്ഥയെ നമ്മൾ ഒരുക്കുമ്പോഴാണ് അത് നമ്മളെ അനുഗ്രഹിക്കുന്നത്. രാത്രി മുഴുവൻ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, പകൽ മുഴുവൻ ഭക്ഷണം കഴിക്കുമ്പോൾ, തോന്നിയപ്പോഴൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഈ ഇന്നർ ഓർഗൻസിന് തീരെ റെസ്റ്റ് കിട്ടുന്നില്ല, തീരെ റെസ്റ്റ്. അപ്പോൾ റെസ്റ്റ് ഇല്ലാതെ ആകുമ്പോൾ ആരാണെങ്കിലും തളർന്നു പോകും, ഏത് അവയവമാണെങ്കിലും തളർന്നു പോകും. അപ്പോൾ ഇവിടെയുള്ള ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മെഡിസിനും ഇല്ല മക്കളെ. ഇവിടെ നമുക്ക് തരുന്ന ഫുഡാണ് മെഡിസിൻ. ആ മെഡിസിൻ എന്നുള്ള ഫുഡ് അത്രയും ഡിവൈനായിട്ടുള്ള അമൃതാഹാരം, ശുദ്ധമായിട്ടുള്ള സാത്വികാഹാരം യുക്തമായി മിതമായി നമുക്ക് തരുമ്പോൾ അതിന് മുമ്പ് ഇത് ക്ലീനിങ് പ്രോസസ്സ് എന്നുള്ളതുണ്ട്, കംപ്ലീറ്റ് ക്ലീനിങ് പ്രോസസ്സ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് സുഖം നൽകുന്ന വ്യായാമങ്ങളുണ്ട്, അതേപോലെ തന്നെ മസാജസുകളുണ്ട്, അതേപോലെ പല പ്രകൃതി പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ഈ ശരീരത്തിന് വേണ്ട എല്ലാവിധ സുഖചികിത്സകളും ഉണ്ട്. ഒരുപാട് രോഗമുള്ളവർക്കും അത് തന്നെയാണ്. അപ്പോൾ ഇവിടെ എല്ലാത്തിനും ആൾക്കാരുണ്ട് നമ്മളെ പ്രത്യേകമായിട്ട് ട്രെയിൻ ചെയ്യാൻ. അപ്പോൾ ഈ ഒരു പെയിൻ റിലീഫ് യോഗ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ കൈയും കാലുകൾക്കും എവിടെയെങ്കിലുമൊക്കെ പെയിൻ ഉണ്ടെങ്കിൽ അതിനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മളെ അത് പഠിപ്പിക്കാൻ, നമ്മളെ അത് ചെയ്യിപ്പിക്കാനാണ് ഇവിടെ ആൾക്കാരുള്ളത്. നമ്മൾക്ക് ഓരോ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതും ഓരോ വ്യക്തികളാണ്, സ്ത്രീകൾക്ക് സ്ത്രീകൾ, പുരുഷന്മാർക്ക് പുരുഷന്മാർ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ ആ ഒരു സിസ്റ്റം, അതായത് കണ്ണ് തുറന്നാൽ പോലും നമുക്ക് ഒരു ചിന്തകളും പ്രവേശിക്കില്ല എന്ന് പറഞ്ഞാൽ, അപ്പോൾ എൻ്റെ കുടുംബം എന്നോടൊപ്പം ഉള്ളത് കൊണ്ടാവുമെന്ന് ചിലപ്പോൾ ആർക്കെങ്കിലും തോന്നല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും അങ്ങനെ തന്നെ അനുഭവപ്പെടും. ഞാനിവിടെ ഇവർക്ക് വേണ്ടി പബ്ലിസിറ്റി ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി അത്രയധികം പബ്ലിസിറ്റി ഉണ്ട് ഈ ഒരു കാര്യത്തിന്, അത്രയധികം ജനങ്ങൾ ഇവിടെ വന്നു പോകുന്നുണ്ട്. അപ്പോൾ സാധാരണക്കാർക്കും ഇത് ഉപയോഗത്തിൽ വരണം, സാധാരണക്കാരും ഇതിൻ്റെ ബെനിഫിറ്റ്സുകളെല്ലാം അനുഭവിക്കണം, അവരറിയണം. അപ്പോൾ ഭാവി തലമുറയെ ഈ ഒരു ഫുഡ് എന്ന് പറയുന്ന കാര്യം കുഞ്ഞുനാൾ മുതൽ തന്നെ എല്ലാവർക്കും പഠിപ്പിക്കണമെന്നുള്ള ആലോചന നിങ്ങൾക്കുണ്ടെങ്കിൽ, അത് രോഗമുള്ളവരാണെങ്കിലും രോഗമില്ലാത്തവരാണെങ്കിലും ഇവിടേക്ക് വെൽക്കം, എല്ലാവരും വരിക. വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റാണ് കേട്ടോ അവിടെ. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് ഇതാ ഒരു സ്പോൺസർ ചെയ്തത് കാരണം ഞങ്ങൾക്ക് AC റൂമാണ്. അപ്പോൾ നമ്മളുടെ ആ ഒരു വില്ല എന്ന് പറയുന്നത് ഹാള്, വലിയൊരു ബെഡ്റൂം, അങ്ങനെ അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടുള്ളതുണ്ട്. 3-4 പേർക്ക് അതിൽ കിടക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ അതേപോലെയുള്ളതുണ്ട്. ഇനിയിപ്പോൾ സിംഗിൾ ആണെങ്കിൽ അതിനുള്ളുണ്ട്, മറ്റുള്ളവരുടെ ഒപ്പം ഷെയർ ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ഇതുണ്ട്. നമ്മൾ എന്താണോ, എത്ര ദിവസത്തിനാണ്, നമുക്ക് വിത്തൗട്ട് AC ആണോ വിത്ത് AC ആണോ ഏതാണോ വേണ്ടത് വെച്ചാൽ അതിനനുസൃതമായിട്ട് എല്ലാം ഉണ്ട്. എല്ലാവർക്കും ഒരേ പരിഗണനയാണത്, എല്ലാവർക്കും അൾട്ടിമേറ്റായിട്ടുള്ള ആ ഒരു നമ്മളെ പരിഗണിക്കുന്ന, നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന വിധാനം ഉണ്ടല്ലോ, കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ആര് വന്നാലും ആ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ഈ ഫുഡ് എന്നുള്ളത് അത് പഠിപ്പിക്കുന്നുണ്ട്, നമുക്ക് അതെല്ലാം മനസ്സിലാക്കാം. ഇനിയിപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കല്യാണ സദ്യക്ക് പോയി നന്നായിട്ട് ഭക്ഷണം കഴിച്ചു, 3-4 പായസമുണ്ട്, ഓരോ ഗ്ലാസ് കുടിച്ചു അല്ലെങ്കിൽ 2 ഗ്ലാസ് കുടിച്ചു, നമുക്ക് കൊതി അടക്കാൻ പറ്റിയില്ല, നമ്മൾ എന്ത് ചെയ്യണം, പിറ്റേ ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഫാസ്റ്റിംഗ് ചെയ്യാം. വെറും വെള്ളം, അതിൽ തേൻ ഉപയോഗിക്കാം നിങ്ങൾക്ക്. ഓക്കെ, ഇല്ല ഇനി തേന് വേണ്ട, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നാരങ്ങ വെള്ളം കുടിക്കുക, പക്ഷേ ഉപ്പിടരുത്. ഓക്കെ, ഉപ്പ് ഇനിയിപ്പോൾ പെട്ടെന്ന് ഉപ്പ് നിർത്താൻ പറ്റില്ല, ചിലവർക്ക് ഈ ഒരു സോഡിയം കമ്മിയാവട്ടെ, അതൊക്കെ നോക്കണം. അതൊക്കെ ഇവിടെ ഡോക്ടേഴ്സ് ഉള്ള കാരണം ഇവിടെ ഇതൊക്കെ നടക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ദിവസം ഫാസ്റ്റിംഗ് എനിക്ക് എൻ്റെ വീട്ടിൽ പോയാൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇനിയിപ്പോൾ ഞാൻ ഒരു നേരം കൂടുതൽ ഭക്ഷണം കഴിച്ചു വെച്ചാൽ എനിക്ക് പിറ്റേ ദിവസം ഫാസ്റ്റിംഗ് ചെയ്യാനുള്ള ആ ഒരു കംപ്ലീറ്റ് നോളജ് എനിക്ക് കിട്ടി. ഈസി ആയിട്ട് ധൈര്യപൂർവ്വം എനിക്കത് ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ ഫാമിലിയും കൂടി എനിക്ക് കംപ്ലീറ്റ് സപ്പോർട്ടുള്ളതുകൊണ്ട് വെരി ഈസിയാണ്. എന്ന് വെച്ചാൽ അവരും അതെ ഇതിൽ വളരെയധികം ബോധവാന്മാരായി.
ഓക്കെ, അപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നവരാണെങ്കിലും മെഡിറ്റേഷൻ ചെയ്യാത്തവരാണെങ്കിലും വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്നവരാണെങ്കിലും നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരാണെങ്കിലും നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കരുത് എന്നുള്ള നോളജ് വരെ നമുക്ക് അൾട്ടിമേറ്റായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ ഇവിടുന്ന് പോയ ഉടനെ തന്നെ നമ്മൾ പോയിട്ട് ഹോട്ടലിൽ കയറിയിട്ട് ഇഡ്ഡലിയും സാമ്പാറും കഴിക്കാനോ അല്ലെങ്കിൽ ബിരിയാണി കഴിക്കാനോ ഒന്നും പോയി കഴിഞ്ഞാൽ വിവരം അറിയും. അതിനുള്ള ആ ഒരു സമയമുണ്ട്, അതിൻ്റെ ആ അളവ് കുറച്ച് കൊണ്ടുവരിക. ഓക്കെ, പെട്ടെന്ന് ഇത് അറിഞ്ഞിട്ട് ആചരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ല, ആചരിച്ചിട്ട്. അതുകൊണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും ഉപ്പ് തിന്ന് തപ്പ് ചെയ്യല്ലേ എന്ന്. വീട്ടിൽ പോയിട്ട് ഇതെല്ലാം മറന്നിട്ട് ഉപ്പൊക്കെ കൂടുതൽ കൂട്ടി അച്ചാറുകളൊക്കെ കൂട്ടി അങ്ങനെ വീണ്ടും തെറ്റ് ചെയ്യല്ലേ മക്കളെ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. എന്നുവെച്ചാൽ ഇവിടെ വരാൻ തന്നെ സുഹൃതം ചെയ്യണം എന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇവിടേക്ക് വരാൻ സാധിക്കട്ടെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു ഡിവൈൻ ട്രാൻസ്ഫർമേഷൻ എന്നുള്ളത് സംഭവിച്ചിരിക്കും. എന്താ വെച്ചാൽ ഈ ഫുഡിൻ്റെ കാര്യം നമ്മൾക്ക് അറിഞ്ഞുകൂടാ, ആരും നമ്മളെ പഠിപ്പിച്ചില്ല. ഇപ്പം മനസ്സിന് വിശ്രമം കൊടുക്കുക എന്നുള്ളത് മെഡിറ്റേഷനെ കുറിച്ചോ വെജിറ്റേറിയനിസത്തെ കുറിച്ചോ നമുക്ക് ആരും ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നില്ല. VMC അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അറിഞ്ഞ ഈ കാര്യം കൂടി അതിൽ ഉൾപ്പെടുത്തുമ്പോൾ പരിപൂർണ്ണമാവും നോളജ്. എങ്ങനെ ജീവിക്കണം, എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത്, എന്താണ് ഈ ശരീരത്തിൻ്റെ ആ ഒരു ഡിവൈനിറ്റി, ആ വ്യവസ്ഥ, അതിനെ ആദരിക്കേണ്ട വിധാനം എന്താണ്. ഒരുപാട് ഫുഡ് കഴിക്കുന്നതും ഒരുപാട് പലതരം ഫുഡുകൾ കഴിക്കുന്നതും അത് ഒരുപാട് അളവിൽ കഴിക്കുന്നതും അതൊരിക്കലും ഒരു ഗ്രേറ്റ്നെസ്സേ അല്ല, അത് സമ്പൂർണ്ണ അറിവില്ലായ്മയാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ശുദ്ധ ആഹാരം കഴിച്ചതിലൂടെ സമ്പൂർണ്ണ ആരോഗ്യം. നമുക്കറിയാം പൂർവ്വജന്മ കർമാനുസാരം തന്നെയാണ് രോഗങ്ങൾ വരുന്നതെന്ന്. അപ്പോൾ ആ രോഗങ്ങൾ വന്നു കഴിഞ്ഞാലും അതിന് തിരിച്ചറിവോട് കൂടിയിട്ട് ഇവിടെ വരുമ്പോൾ ഈ ഫുഡ് അങ്ങോട്ട് ശരിയാവുമ്പോഴേ ശുദ്ധ സാത്വികത്തിലേക്ക് വരുമ്പോൾ നമ്മളുടെ ബുദ്ധി ക്ലിയർ ആവും, നമ്മളുടെ ബുദ്ധി ശുദ്ധീകരണമാവും. എന്താ വെച്ചാൽ ഫുഡ് ആഹാരത്തിനനുസരിച്ചാണല്ലോ വ്യവഹാരം, ആഹാരത്തിനനുസരിച്ച് വ്യവഹാരം, അതിനനുസരിച്ച് മനസ്സ്, ബുദ്ധി, അല്ലേ? അപ്പോൾ ഈ ആഹാരം ഏതാഹാരമാണോ തിന്നുന്നത്, അത് ഏത് എനർജിയാണോ അടങ്ങിയിട്ടുള്ളത്, അതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ ആ ഒരു വ്യവഹാരം എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ കഴിക്കുന്നത് നോൺ വെജിറ്റേറിയൻ ഫുഡാണ്. അതിൽ ക്രൂരത, പാപ ഫുഡ് തന്നെയാണത്. ഒരു ജീവി കൊല്ലപ്പെടുമ്പോൾ അതിൻ്റെ തീഷ്ണമായിട്ടുള്ള ഭയം, അതിൻ്റെ ജീവിക്കാനുള്ള കൊതി, അപ്പോൾ അതിന് മരിക്കാൻ ഇഷ്ടമല്ലാത്ത ആ ബലമായിട്ട് മരണപ്പെടുമ്പോൾ ഉള്ള ആ വേദനകൾ, ആർത്തനാദങ്ങൾ, പ്രാണസങ്കടങ്ങൾ, പ്രാണവേദനകൾ, ആത്മഘോഷകൾ, അതേപോലെ ആ ശാപമൊക്കെ ആ ഇറച്ചിയിൽ ആ ഒരു ശരീരത്തിൽ തങ്ങി നിൽക്കുന്നുണ്ടാവും. നമുക്ക് മനസ്സുകൊണ്ട് ജീവിക്കുന്നവൻ മനുഷ്യനായതുകൊണ്ട് മനസ്സ് കൊണ്ട് നാളത്തെക്കുറിച്ചോ ഇന്നലത്തെക്കുറിച്ചോ വരാൻ പോകുന്നതിനെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാത്ത മൃഗങ്ങൾക്ക് പെട്ടെന്ന് അത് കൊല്ലപ്പെടാൻ പോകുന്നതിന് മുമ്പ് ഈ മനുഷ്യനെ കൊല്ലുമെന്ന് അതിന് മനസ്സിലാവും. അപ്പോൾ തന്നെ അതിൻ്റെ ആഹാരം, അത് തിന്നലും കുടിക്കലൊക്കെ അത് നിർത്തും. അപ്പോൾ തന്നെ അതിൻ്റെ പേടി, അതിൻ്റെ കുടുംബത്തോടുള്ള അതിൻ്റെ മമകാരം, നമ്മളെപ്പോലെ തന്നെ അത് അവറ്റങ്ങളുടെ കുഞ്ഞുങ്ങളെ എന്തുപോലെ സ്നേഹിക്കുക, എന്തൊരു ഇഷ്ടമാണ്, എന്തൊരു അറ്റാച്ച്മെൻറ്റാണ്. നമുക്ക് നമ്മുടെ കുട്ടികളോട് ഉള്ളതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു വീഴ്ച വന്നാലും ഒരു മുറി വന്നാലും നമുക്ക് സഹിക്കില്ല, അവർക്കൊരു ആക്സിഡൻറ്റ് വന്നാൽ സഹിക്കില്ല, അവർ മരിച്ചു പോയാൽ സഹിക്കില്ല. എന്നിട്ടാണ് നമ്മളുടെ ഈ ഒരു നാവിൻ്റെ ഇവിടുന്ന് ഇറങ്ങുന്ന ആ ഒരു രുചിക്ക് വേണ്ടി ഇത്രയും കൊടും ക്രൂരത ചെയ്ത് ആ ഒരു ശവക്കറികളെ, ശവമെന്ന് പറയാൻ പാടില്ല, അതായത് തിന്നുന്നത് ശവമാണ്, മൃതശരീരങ്ങളെ, കൊല വിളിച്ച ശരീരങ്ങളെ, അത് പറയാൻ പാടില്ല. പലർക്കും അത് ഭയങ്കര ദേഷ്യം വരും. പക്ഷെ പറഞ്ഞല്ലേ പറ്റും, പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ അറിയാം? തിന്നുന്നത് മീനിൻ്റെ ആണെങ്കിലും ശവമാണ്, ആടിൻ്റെ ആണെങ്കിലും ശവമാണ്, പോത്തിൻ്റെ ആണെങ്കിലും ശവമാണ്, മൂരിയുടെ ആണെങ്കിലും ശവമാണ്, കോഴിയുടെയും ശവമാണ്. നാളെ നമ്മളും ശവമാകാൻ പോവുകയാണ്. പക്ഷെ നമ്മളെ കുഴിച്ചിടുകയും കത്തിച്ച് കളയുകയും ചെയ്യും. പക്ഷേ ഇവയെ നമ്മൾ കുഴിച്ചിടുന്നത് നമ്മളുടെ ഈ ഒരു വയറിലാണ്. ഇത് ശ്മശാനമല്ല. ഈ ടോംബെന്ന് പറയുന്നത്, ഈ ഒരു വയറെന്ന് പറയുന്നത് ശ്മശാനമല്ല, ഇത് ദേവാലയമാണ് എന്നുള്ളത്. ഈ ദേവാലയത്തിൽ അമൃതാഹാരത്തെ എങ്ങനെയാണ് നൈവേദ്യ സമർപ്പണം ചെയ്യേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ബുദ്ധിയിൽ മാറ്റം വരും, കംപ്ലീറ്റ് ആരോഗ്യത്തിൽ മാറ്റം വരും. എന്താ വെച്ചാൽ കർമാനുസാരമാണെങ്കിലും ആ കർമ്മം പരിപക്വമാവാതെ ഇവിടേക്ക് എത്തിപ്പെടാൻ പറ്റില്ല. വന്നു കഴിഞ്ഞാൽ ഇത് ആചരിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. ഓക്കെ, അപ്പോൾ ഈ ഫുഡ് ശരിയായാൽ മൈൻഡ് സെറ്റ് ക്ലിയർ ആവും, ബുദ്ധി ശുദ്ധിയാവും, അതിലൂടെ നമ്മുടെ കർമ്മപ്രക്ഷാളനം ഈസിയാവും. പിന്നെ നമുക്ക് മെഡിറ്റേഷൻ അറിയാം, വെജിറ്റേറിയനിസം അറിയാം, അതിൽ ആ ശുദ്ധമായിട്ടുള്ള സാത്വികാഹാരം, യുക്തമായിട്ടുള്ള മിതാഹാരം കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിരന്തര അഭിവൃദ്ധി, നിത്യാഭിവൃദ്ധി ആയിരിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അത്രയും ദിവ്യമായിട്ടുള്ള ഒരു മഹാകാരണ ജന്മം, ഒരു മഹാ അവതാരം തന്നെയാണ്. പരമഗുരു പത്രിജിയെ പോലെ
മെഡിറ്റേഷനെ കുറിച്ച്, വെജിറ്റേറിയനിസത്തെക്കുറിച്ച്, പിരമിഡ് പവറിനെ കുറിച്ച് ഈ പ്രപഞ്ചത്തിന് പരിചയപ്പെടുത്തിയെങ്കിൽ ഇദ്ദേഹം ഈ ഒരു മനുഷ്യൻ്റെ അതിസഹജമായിട്ടുള്ള അതിസരളമായിട്ടുള്ള ജീവന വ്യവസ്ഥയ്ക്ക് ഈ ഫുഡ് എന്നുള്ളത് കംപ്ലീറ്റ് ഫുഡിൻ്റെ അടിമകളാണ് നമ്മൾ. അതിൽ നിന്നും നമ്മളെ മോചിപ്പിക്കാനായി, അതായത് ആയുസ് 150 വർഷം ഈസി ആയിട്ട് ജീവിക്കാൻ ഫുഡ് എങ്ങനെ കഴിക്കണം, എന്ത് കഴിക്കണം എന്ന് പഠിപ്പിച്ച് ഒരു റെവല്യൂഷൻ തന്നെയാണ് അദ്ദേഹം ഈ ഒരു തെലുങ്ക് രാഷ്ട്രങ്ങളിൽ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, ഡോക്ടർ മന്ദന്ന സത്യനാരായണ കിച്ചൺ ഉണ്ട്, അതേപോലെ ഒഫീഷ്യൽ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് തെലുങ്ക് അറിയാമെങ്കിൽ ഓക്കെ, അതിൻ്റെ വ്യൂസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയധികം ഫോളോവേഴ്സ് ഉണ്ട് അദ്ദേഹത്തിന്, എത്രയധികം സപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ദിവ്യ സങ്കല്പത്തിന്. അദ്ദേഹം ഒരു രൂപ പോലും കൈ കൊണ്ട് തൊടില്ല. ഒരിക്കലും ഒരാൾക്കും പണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇത് ഉണ്ടാകുന്നതിന് മുമ്പും അദ്ദേഹം ക്ലാസ് എടുത്തിട്ടില്ല. പക്ഷേ ഇവിടെ വന്ന് ചേർന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ദിവ്യ സങ്കല്പത്തിന് വേണ്ടി ഇങ്ങനെ ഒരു ആശ്രമം കെട്ടി ജനങ്ങൾക്ക് ഈ ഒരു ജീവിത വ്യവസ്ഥ, യഥാർത്ഥ ജീവിതശാസ്ത്രം, ഈ ഒരു ആഹാര രീതിയെക്കുറിച്ച്, അതിനെ ബാധിക്കുന്ന എല്ലാവിധ കാര്യങ്ങളെയും ബാലൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു ബന്ധനങ്ങളിൽ നിന്ന് നമ്മളൊക്കെ മുക്തി കൊണ്ടുവരാൻ, ഈ ഫുഡിൽ നിന്നും നമ്മളുടെ ഈ ഒരു തിരിച്ചറിവുണ്ടായി നമുക്ക് ഒരുപാട് മോചനം നമുക്ക് ലഭിക്കും. ഒരുപാട് ദുർഗുണങ്ങളിൽ നിന്ന്, ദുശീലങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. നമ്മുടെ ശരീരത്തിൻ്റെ അനാരോഗ്യങ്ങളിൽ നിന്ന്, മടിയിൽ നിന്ന്, ഒബേസിറ്റിയിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ആ ഒരു ദിവ്യപുരുഷൻ്റെ മഹാസങ്കല്പത്തിന് എത്ര ആൾക്കാരാണ് ഇവിടെ ഡോണേഴ്സായിട്ട് അദ്ദേഹത്തിന് സഹായം ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇനിയും കംപ്ലീറ്റ് ആയിട്ട് കടങ്ങൾ വീടുകയെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ എന്നാലും അദ്ദേഹം ഒരിക്കലും ഇതൊരു ലാഭേച്ഛ ഇല്ലാതെ വളരെ പരിമിതമായിട്ടുള്ളത്, അവർ കൊടുക്കുന്ന ആ സേവ 100% അവർ സാറ്റിസ്ഫൈ ആയിരിക്കണം. അതിന് വളരെ പരിമിതമായിട്ട് എല്ലാ സാധാരണക്കാരും ഇതിനെ സദ്വിനിയോഗം ചെയ്യണം എന്നുള്ള സദ്ഭാവനയോട് കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പബ്ലിസിറ്റി ചെയ്യാൻ അതിൻ്റെ ആവശ്യമേ ഇല്ല. പക്ഷെ ഞങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ സന്തോഷമായിട്ട് നിങ്ങളോട് അറിയിക്കുക. അപ്പോൾ അദ്ദേഹം അത് സന്തോഷമായിട്ട് അത് ഞങ്ങളോട് പറയുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഭാരതത്തിന് പുറത്ത് പോയിട്ട് ഫോറിനേഴ്സിന് വേണ്ടി ഇത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഇത് പബ്ലിസിറ്റി ചെയ്യാനോ ഇതിന് ആഡ് കൊടുക്കാനോ ഒന്നും അവർ താല്പര്യമില്ല. അപ്പോൾ ഇതിനെ പരമാവധി നമ്മളെപ്പോലുള്ള ആൾക്കാർ മാക്സിമം യൂസ് ചെയ്യുക, അവർ സന്തോഷമായിട്ട് സമ്പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ജീവിക്കുക എന്നുള്ള ഒരൊറ്റ ദിവ്യസങ്കല്പം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾക്ക് യോഗ ചെയ്യുന്നത്, പെയിൻ റിലീഫ് യോഗ ചെയ്യുന്ന ആ ഒരു ഹാളും കൂടി കാണിച്ചിട്ട് നമ്മളിത് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് ലേഡീസ് ക്രിയാസ് സെക്ഷനാണ്. ക്രിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, മൂക്കിലൂടെ വെള്ളം കയറ്റിയിട്ട് മറ്റൊരു മൂക്കിലൂടെ. അപ്പോൾ എനിക്കതൊന്നും ചെയ്യാനുള്ള താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്തില്ല. പക്ഷേ ഇവിടെയാണ് കേട്ടോ രാവിലെ അത് നടക്കുക. ഇത് മൊത്തം ലേഡീസിൻ്റെയാണ്, എല്ലാത്തിനും സെപ്പറേറ്റ്. ജെൻസിൻ്റെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം കേട്ടോ. ഇതാണ് പെയിൻ റിലീഫ് യോഗ. ഇവിടെയും ഡോക്ടറുണ്ട്. നമുക്ക് എവിടെയാണ് പെയിൻ, അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് കണ്ടോ. കട്ടിലുകൾ നമ്മളെ കിടത്തിയിട്ടും ഇരുത്തിയിട്ടും ഒക്കെ ചെയ്യിക്കാൻ, പിന്നെ അതിനുള്ള ട്യൂട്ടേഴ്സ്. ആ ഭാഗത്താണ് ജെൻസിൻ്റെ. കണ്ടോ എത്ര വലിയ ഹാളാണ് നോക്കിയേ. ആ തലപ്പ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ, അറ്റം അവിടെയാണ് ജെൻസ് കേട്ടോ. എത്ര വലിയ ഹാളാണ് നോക്കിയേ. ഇതിൻ്റെ മുകളിലുള്ള കണ്ടോ ഉൾഭാഗം, ഇവിടെയാണ് ലേഡീസ്. ഈ ഭാഗം മുഴുവൻ ലേഡീസ്. കംപ്ലീറ്റ് ചുറ്റും കണ്ടോ മുള കൊണ്ട് കെട്ടിയിട്ടുള്ളൂ. എപ്പോഴും ഇവിടെ കൂളായിട്ടുള്ള കാറ്റാ കണ്ടോ. ഇവിടെ ഒരു സ്റ്റേജ് എന്നുവെച്ചാൽ യോഗയ്ക്ക് ഇവിടെ അതിപ്രാധാന്യമാണ് കേട്ടോ. യോഗ പ്രകൃതി സഹജമായിട്ടുള്ള ജീവന വിധാനം. ഓക്കെ, കൂളേഴ്സ് ഉണ്ട് ഇവിടെ, എല്ലായിടത്തും കൂളേഴ്സ് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വലിയ വലിയ ഫാനുകളുണ്ട്. ഓക്കെ, എപ്പോഴും അതെ, ചുറ്റും നമ്മൾക്ക് പുഴയാണ്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നാഷണൽ ഹൈവേ ആണ് വിജയവാഡ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളായതുകൊണ്ട് എപ്പോഴും കാറ്റാണ്, നല്ല കൂളാണ് ഇവിടെ. അപ്പോൾ എല്ലാവരും വരണേ മക്കളെ, ഇവിടെ വന്നിട്ട് ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനെ മാറ്റി സമ്പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ജീവിക്കുക കേട്ടോ. ഇവിടെയൊക്കെ കിടത്തിയിട്ടാണ്, കിടത്തിയിട്ടും ഇരുത്തിയിട്ടൊക്കെയാണ് പ്രോസസ്സുകൾ ചെയ്യുക കേട്ടോ. പെയിൻ റിലീഫാണ് ഇവിടെ. എവിടെ നമുക്ക് അവയവങ്ങൾക്ക് പെയിൻ ഉണ്ടോ അതിനൊക്കെ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, എത്ര നീറ്റായിട്ടാണ് നോക്കിയേ. ഓരോ സ്ഥലത്തും നീറ്റ്നെസ് കണ്ടോ നിങ്ങൾ, ഓരോ സ്ഥലങ്ങളും. 4 ആൾ കൂടി കഴിഞ്ഞാൽ നീറ്റ്നെസ് കഷ്ടമാണ് ഇവിടെ. പക്ഷേ ഇവിടെ ആൾക്കാർ കൂടുന്തോറും നീറ്റ്നെസ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതൊക്കെ അത്രയും പെർഫെക്റ്റായിട്ടുള്ള
ഐഡിയാസാണ്, ആ സങ്കല്പത്തിൻ്റെ ശക്തിയാണ് മക്കളെ ഇത്. കണ്ടോ, ഒരു മരത്തിന് സെറ്റ് ചെയ്തേക്കുന്നത് കണ്ടോ, കണ്ടോ? ഇങ്ങനെ എത്രയോ മരങ്ങൾ നമ്മൾക്ക് ഇവിടെ കാണാം കേട്ടോ. ഈ ഗേറ്റിലൂടെയാണ് നമ്മൾ പുറത്തേക്ക് പോവുക. ലോക സമസ്ത സുഖിനോ ഭവന്തു. ചെയ്യദ്ദണ്ടി തപ്പുല് വെള്ളി റാവദ്ദണ്ടി മള്ളി മള്ളി. അതെന്താണെന്നറിയോ? നിങ്ങളിവിടുന്ന് പോയിട്ട് തെറ്റുകൾ ചെയ്യരുത്, തെറ്റുകൾ ചെയ്തിട്ട് വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരരുത്. അതാണ് അവിടുത്തെ വലിയ അക്ഷരത്തിൽ ആ ഒരു എന്താ പറയുക, കമാനത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്, എൻട്രൻസിൽ എഴുതി വെച്ചിട്ടുള്ളത്. സോ അവിടെ എഴുതി വെച്ചിട്ടുള്ളത് എന്താ അറിയോ? ഇവിടുന്ന് പോയിട്ട് തെറ്റ് ചെയ്യരുത്, തെറ്റ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരരുത് എന്ന്. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം സ്വർഗ്ഗസമാനമാവണം, സമ്പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ആവണം. അത് തന്നെയാണ് ഇവിടുത്തെ ലക്ഷ്യം. വീണ്ടും വീണ്ടും വരിക, നിങ്ങളെ ഇത് തന്നെ ഒരു പണിയായിട്ട് ജീവിക്കൊന്നും വേണ്ട. ഇവിടെ വന്നാലേ ജീവിക്കാൻ പറ്റൂ, ഇവിടെ വന്നാലേ മാറൂ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മളിവിടെ അറിഞ്ഞിട്ട് പോയ സത്യങ്ങൾ നമ്മൾ ആചരിക്കുക. ഓക്കെ, ഇതാണ് ഈ യോഗ പെയിൻ റിലീഫ് യോഗ ഹാളിലേക്ക് കിടക്കാനുള്ള മറ്റൊരു എൻട്രൻസ്. ഓക്കെ, ഇത് ആകാശ് ഭവനാണ്, 5th ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിവിടെ വൈൻഡപ്പ് ചെയ്യാണ് മക്കളെ. അപ്പോൾ ഒന്ന് പറഞ്ഞോ, എന്താ എല്ലാവരോടും ഇങ്ങോട്ട് വരാൻ പറയൂ. എല്ലാവരും വരിക, ഹാപ്പി മനസ്സിലാക്കുക, സന്തോഷത്തോടെയും സമ്പൂർണ്ണ ആരോഗ്യത്തോടും കൂടി സുഖമായിട്ട് ജീവിക്കുക അല്ലേ. ഇവിടെ വന്നു കഴിഞ്ഞാലാണ് അയ്യോ നമ്മൾ എത്രയോ ആർഭാടത്തിന് വേണ്ടി അനാവശ്യ ലാവിഷിന് വേണ്ടിയിട്ട് ഒരുപാട് പണം ചിലവാക്കിയത് ഒന്നും അല്ലായിരുന്നു അല്ലേ. ഇത്രയും കുറച്ച് പൈസയും കൊണ്ട് ഒരു 35,000-ൻ്റെ ഉള്ളിൽ 15 ദിവസം സുഖമായിട്ട് ജീവിക്കാം, സുഖമായിട്ട് സന്തോഷമായിട്ട് നമുക്ക് ഈ ഒരു സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ നേടാൻ, സ്വന്തമാക്കാം. ഓക്കെ, അപ്പോൾ കുടുംബം എല്ലാവരും കൂടിയിട്ട് വരികട്ടെ മക്കളെ, എല്ലാവരും സന്തോഷിക്കട്ടെ, എല്ലാവരും ആരോഗ്യമായിട്ട് ജീവിക്കട്ടെ. അപ്പോൾ ശരി കേട്ടോ, ഓക്കെ, ബൈ, താങ്ക് യു. ഇതാണ് നമ്മളുടെ റൂം, അതിന് മുമ്പ് ഉള്ള സീനറിയാണ് അതൊക്കെ. ഓക്കെ, കണ്ടോ എന്ത് ഭംഗിയാണ്. പിന്നെ നിങ്ങളിവിടെ വന്നാലും അതെ, എവറി ഡേ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടാവും കേട്ടോ. ഈ സുഖചികിത്സ എല്ലാം നമ്മൾ ഈ കെട്ടുന്ന പൈസയിൽ തന്നെയാണ് അതുണ്ടാവുക. അതിനായിട്ട് സെപ്പറേറ്റ് പണം ഒന്നും നമ്മളിൽ നിന്ന് വാങ്ങിക്കില്ല. ഓക്കെ, അപ്പോൾ അത്രയും വലിയ റൂമുകളാണ്, അറ്റാച്ച്ഡ് ബാത്റൂംസ് ഒക്കെ ആയിട്ട്. ഓക്കെ, അടുക്കളയുണ്ട്, പക്ഷേ നമ്മൾ അടുക്കളയൊന്നും ഉപയോഗിക്കില്ല. അതുപോലെ കബോർഡ്സ് ഉണ്ട് എല്ലായിടത്തും. ഓക്കെ മക്കളെ, അപ്പോൾ എല്ലാവരും വരിക കേട്ടോ. താങ്ക് യു, ബൈ ബൈ.